ഒരിക്കലൊരു ആൻറ്റി എന്നോട് പറഞ്ഞ, ഞാൻ പോയി ഞങ്ങളുടെ പാസ്റ്ററോട് കെഞ്ചണ്ടി വന്ന് എൻ്റെ ഭർത്താവിനെ ഒന്ന് അടക്കാൻ. വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് നിങ്ങളോട് സംസാരിക്കാൻ ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ തുടങ്ങുന്നത്. വാട്ട് ഈസ് ദ സബ്ജക്റ്റ് എന്ന് ചോദിച്ചാൽ, വൈ ഗുഡ് മെമ്പേഴ്സ് ആർ ലീവിങ് ദ ചർച്ച്. നല്ല മനുഷ്യർ, നല്ല അംഗങ്ങൾ, അവരെന്തുകൊണ്ട് ഒരുപക്ഷെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന സഭകൾ വിട്ടു പോകേണ്ടി വരുന്നു അല്ലെങ്കിൽ വിട്ടു പോകുന്നു. ഇത് സാധാരണ പാസ്റ്റർമാർ അഡ്രസ്സ് ചെയ്യാത്തൊരു സബ്ജക്റ്റാണ്. ഇത് ഏതെങ്കിലും ചർച്ചിനെ പറ്റിയല്ല പറയുന്നത്, നാളെ ഈ ചർച്ചിനും ഒരു മുന്നറിയിപ്പായിട്ട് ദൈവം പറയുന്നതാണെന്ന് മാത്രം കൂട്ടിക്കൊള്ളുക. ഓക്കെ, പ്രത്യേകിച്ച് സഭാ ശുശ്രൂഷയിലായിരിക്കുന്നവർക്ക്, ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്നവർ മാത്രമല്ലല്ലോ ഇത് കേൾക്കുന്നത്, ഇത് കുറച്ച് കഴിഞ്ഞ ശേഷം അനേക ലോകമ്പാടുള്ള പല ശുശ്രൂഷകർ ഇത് കേൾക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ എന്നോട് എത്രയോ ശുശ്രൂഷന്മാർ പറഞ്ഞു, ഞങ്ങളെല്ലാ ആഴ്ചയും കേൾക്കുന്നുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നുണ്ട് എന്ന് പറയും. സ്തോത്രം, ദൈവത്തിന് മഹത്വം. അങ്ങനെയെങ്കിൽ നല്ല വിശ്വാസികൾ, നല്ല സഭാംഗങ്ങൾ, ദേ ഡോണ്ട് ലീവ് ദ ചർച്ച് ആംഗ്രി. അവർ പിണങ്ങി വഴക്കിട്ട് തട്ടിത്തെറിപ്പിച്ചുകൊണ്ടൊന്നും ഇറങ്ങി പോകത്തില്ല. അത്രയ്ക്ക് അങ്ങനെ ഇറങ്ങിപ്പോകാനുള്ളൊരു ഇതൊന്നുമില്ല. പക്ഷേ ദേ ലീവ് ഡിസ്ട്രാക്റ്റഡ്. അവർ വല്ലാത്ത ഈ പറഞ്ഞ പോലെ അസ്വസ്ഥതയോടുകൂടെ, അല്ലെങ്കിൽ അവർ ഡിസ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ശ്രദ്ധ പതറിപ്പോകും. ഇനി ഡിസൊല്യൂഷൻ എന്ത് ചെയ്യണം, ഇനി എങ്ങോട്ട് പോകാനാ? വലിയ കൊട്ടും കുരവായിട്ടൊക്കെ രക്ഷിക്കപ്പെട്ടു വന്നു. മുമ്പ് നിന്ന ഒരു സാധാരണ പെന്തക്കോസ്തുകാരുടെ ഒരു ഭാഷയുണ്ട്, സമുദായ സഭകളിൽ നിന്ന് വലിയ കൊട്ടും കുരവായിട്ട് അവിടെ നിന്ന് ഇറങ്ങി വേർപെട്ട് വന്നു. പക്ഷെ വന്നിടത്ത് ഇതാണ് സ്ഥിതിയെങ്കിൽ ഇനി എങ്ങോട്ട് പോകും എന്നൊരു വല്ലാത്തൊരു അവസ്ഥ. അപ്പം ഡിസ്ട്രാക്റ്റഡ് ആണ് പലരും. ചിലർ ഡിസ്കറേജ്, ഇനി എങ്ങും പോകുന്നില്ല, മതി, ഡിസ്ട്രാക്റ്റഡ്. അതിനേക്കാളും കൂട്ടത്തിൽ ആൻഡ് സ്ലോലി ഡ്രെയിൻഡ്, മൊത്തത്തിൽ എല്ലാം അങ്ങ് ഒലിച്ചു പോയി. ഇപ്പം പഴയൊരു വിശ്വാസവും ഇല്ല, പഴയൊരു സന്തോഷവും ഇല്ല, പഴയൊരു ഉത്സാഹവും ഇല്ല, അല്ലേ, ഒന്നുമില്ല. ഇതിനൊക്കെ കാരണം എന്താ? രക്ഷിക്കപ്പെട്ടു പോയത് നല്ല കാര്യമാണ്. ഇനി ചിലരുണ്ട് രക്ഷിക്കപ്പെട്ടുപോയി, അങ്ങനല്ല, രക്ഷിക്കപ്പെട്ടു. അപ്പം ശരിക്കും പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടത് ശരിയാണ്, പക്ഷേ രക്ഷിക്കപ്പെട്ടു ഒരു സഭയിൽ വന്ന് പെട്ടുപോയി, അത് ശരിയല്ലേ? ഈ സഭയിൽ വന്ന് പെട്ടുപോയവരൊക്കെ ഒന്ന് കൈപോക്കിക്കേ. എന്നോട് പലരും പറയാറുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് എന്നെ വിളിച്ചിട്ട്, എൻ്റെ പൊന്ന് ബ്രദറെ ഞങ്ങൾ പെട്ടുപോയി, ഇനി ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല, അല്ലേ? അപ്പോൾ ഈ സഭയിൽ വന്ന് പെട്ടുപോകുന്ന ഒരു ഇതൊന്ന് കേൾക്കുന്നോളാം. അപ്പം ഈ ഹേർട്ട്, അതായത് ഈ വേദന, സഭയിൽ ഉണ്ടായ എന്തോ ഒരു പ്രയാസമാണ്. ഈ വേദന കാരണം ചിലരങ്ങ് സഭ വിട്ടു പോവും, ചിലർ സഹിച്ച് കടിച്ചു പിടിച്ച് സഭയിൽ തന്നെ നിൽക്കും. പക്ഷേ ഈ വേദനയോ മുറിവോ ഉണ്ടായത് ഒരാഴ്ച കൊണ്ടുണ്ടായതല്ല, ഇത് നാളുകളായിട്ടുണ്ടാകുന്നതാണ്. ഇതെന്തുകൊണ്ടുണ്ടാകുന്നു വെച്ചാൽ, ലവ് ഹാസ് ബീൻ റീപ്ലേസ്ഡ് വിത്ത് നോയ്സ്. പണ്ട് വന്നപ്പം ഭയങ്കര സ്നേഹമായിരുന്നു, പക്ഷെ ഇപ്പം വന്നപ്പോൾ എന്ത് പറ്റി? സ്നേഹം വലുതായിട്ടില്ല. എന്നോട് ഒത്തിരി പേര് പറഞ്ഞൊരു പരാതിയുണ്ട്, പണ്ട് പാസ്റ്റർക്ക് കണ്ടാൽ ഭയങ്കര സ്നേഹം, ഓടി വന്ന് കൈ തരും, അല്ലേ, കൂടെ വിളിച്ച് തിരക്കും, വീട്ടിൽ വരും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കണ്ടാൽ നേരെ വന്ന് ചിരിച്ചാലും പാസ്റ്റർ ഇങ്ങോട്ടിങ്ങ് പോവും. ഇങ്ങനെ നിങ്ങൾ എത്രയോ പേര് ഈ ദിവസങ്ങളിൽ പരാതി പറയുന്നുണ്ട്. ആ പരാതി എല്ലാം സത്യമാണ്, അല്ലേ? ഞാനിപ്പോൾ അങ്ങോട്ട് പോയത് ചിലപ്പം ലൈവ് സ്ട്രീം കറക്റ്റാണോ വരുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ കയറി വരുന്നത്. അതിൻ്റെ ഇത് വോളിയം കറക്റ്റാണോ, അതിൻ്റെ ബ്ലെൻഡിങ് കറക്റ്റാണോ, അതിൻ്റെ മിക്സിങ് കറക്റ്റാണോ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും പക്ഷേ പ്രൈസ് ലോഡ്. എൻ്റെ പ്രശ്നം അപ്പം ആ പ്രൈസ് ലോഡല്ല ഇത് വരും. ചിലപ്പോൾ എനിക്ക് അവിടെ മെസ്സേജ് വന്നു, ഒന്നും കേൾക്കുന്നില്ല, എല്ലായിടത്തും ഇരുന്നുകൊണ്ടായിരിക്കും വിളിക്കുന്നത്, കേൾക്കുന്നില്ല, എന്തോന്നല്ല, ആരാ അവിടെ ഇരിക്കുന്നത്, കൊടുക്ക് 2 എണ്ണം. അപ്പം ഞാൻ തന്നെ പുറത്തോട്ടിറങ്ങിയെന്ന് ഓൺ ചെയ്യുമ്പോഴായിരിക്കും പ്രൈസ് ലോഡ്. അപ്പോൾ അത് നിങ്ങളുടെ പ്രൈസിലോടൊന്ന് പ്രതികരിക്കാതിരിക്കാനുള്ള മുൻകൂർ ജാമ്യം എടുക്കുകയല്ല ഞാൻ. ഇനി ഏറ്റവും വലിയൊരു സത്യം, ഞാൻ ഒരു പച്ച മനുഷ്യനാണ്, അല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാനൊരു മാലാഹയാണെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് കൈപോക്കിക്കേ? ഇല്ല. അപ്പം നമ്മൾ തന്നെ ഡിസ്ട്രാക്റ്റഡാണ്.
അല്ലേ? നമ്മൾ തന്നെ ഡിസ്ട്രാക്റ്റഡാണ്. അപ്പം ഇവിടെ പലപ്പോഴെങ്കിലും ലവ് ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ നോയ്സ്. ചിലയിടത്തുള്ള പ്രശ്നം ബഹളം മാത്രമേ ഉള്ളൂ. ബഹളം എന്ന് പറഞ്ഞാൽ വഴക്കല്ല, ഈ സ്നേഹം അതിനിടയ്ക്കില്ല. അടുത്തത് ഷെപ്പേർഡിങ് ഹാസ് ബീൻ റീപ്ലേസ്ഡ് വിത്ത് സിസ്റ്റംസ്. പണ്ടെന്ന് പറഞ്ഞാൽ ഇടയ പരിപാലനം കിട്ടി. എന്തിനാണ്? പാസ്റ്റർ എന്നും വന്ന് വരവ് വെച്ചിട്ടാണ് പോകുന്നത്. കയറി വരുമ്പോഴും പാസ്റ്റർ അവിടെ നിൽക്കും, കണ്ടു, ഇന്ന് പാസ്റ്ററെ കണ്ടില്ല, അതിൻ്റെ ഒരു കുറവുണ്ട്. പിന്നെ പാസ്റ്റർ കഴിക്കുമ്പോൾ അവിടെ എല്ലാം വന്ന് കറി. ഇതൊക്കെ നല്ല കാര്യം. പക്ഷേ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ചില സഭകളിൽ നിന്ന് പറയുന്നത് വി ഹാവ് ടു പുട്ട് ദ റൈറ്റ് സിസ്റ്റംസ് ഓൺ പ്ലേസ്. ഈ സിസ്റ്റംസ് വരുമ്പോഴുള്ള കുഴപ്പം എന്താണെന്നറിയോ? ഷെപ്പേർഡിങ് പതുക്കെ അങ്ങ് പോവും. പക്ഷേ ഇത് ഒരു ഷെപ്പേർഡിനെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഇവിടെ ഒരു ഷെപ്പേർഡിങ് ഹാർട്ടുള്ള അനേകർ കാണും. അങ്ങനെയുള്ളവരെല്ലാം യു ഹാവ് ടു റൈസ് അപ്പ്. നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ ആ വിളിയിലേക്ക് വരണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ വരുമ്പോൾ ആർക്കും എനിക്കൊരു ഇടയപരിപാലനം എൻ്റെ സഭയിൽ കിട്ടിയില്ല എന്ന് പറയത്തില്ല, അല്ലേ? അപ്പം ഷെപ്പേർഡിങ് ഈസ് റീപ്ലേസ്ഡ് ബൈ സിസ്റ്റംസ്. ഇനി അടുത്തത് ഫെയ്ത്ത് ഈസ് ബെറീഡ് അണ്ടർ പ്രഷർ. ഞാൻ ഭയങ്കര വിശ്വാസത്തോടുകൂടെ ഇവിടെ വന്ന് വിശ്വാസമൊക്കെ എനിക്ക് വർദ്ധിച്ചു. പക്ഷേ ഇപ്പം ഇവിടെ എനിക്കങ്ങോട്ട് എൻ്റെ വിശ്വാസം ഒന്നും അങ്ങോട്ട് എക്സസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ വിശ്വാസത്തിൽ വളരാനോ ഒന്നും എനിക്ക് പറ്റുന്നില്ല. പകരം ദെയർസ് എ ലോട്ട് ഓഫ് പ്രഷർ. ഞാൻ ഒത്തിരി സമ്മർദ്ദത്തിലാണ്. ഇന്നൊത്തിരി സഭാംഗങ്ങൾ സമ്മർദ്ദത്തിലാണ്. ഇനി പ്രഷർ മാത്രമല്ല, ചില സഭകളിൽ പൊളിറ്റിക്സ്. ഇവിടെയൊക്കെ ദൈവകൃപയിൽ അതില്ലാത്തതിനായിട്ട് സ്തോത്രം. പല സഭകളിലും ഈ രാഷ്ട്രീയം വന്ന്, ഇന്നലെ ഞാൻ ഒരു കാര്യം പറയുന്ന കോടതിയിൽ പോയിരിക്കുക. അപ്പോൾ എന്നോട് ഇന്നലെ പറഞ്ഞ ആൾ പറയായിരുന്നു, ഒരു കാലത്ത് കേരളത്തിലുള്ള ഒരു പെന്തക്കോസ്ത് സഭയും കൂട്ടാക്കാത്ത ഒരു കൂട്ടരായിരുന്നു. ഞങ്ങൾ മാത്രമേ ഉള്ളൂ സിയോനിൽ പോകുന്ന വിശുദ്ധന്മാർ. ഇത് ടീപ്പൻകാരല്ലേ? ഓക്കെ. പക്ഷേ 2 തുണ്ടായിട്ട് മാറി നിന്ന് കോടതി വ്യവഹാരം പോയിരിക്കുന്നു. എന്തുപറ്റി? പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് പുറത്തെ രാഷ്ട്രീയത്തിലെ പൊളിറ്റിക്സ് അല്ല, സഭയ്ക്കുള്ളിലും പൊളിറ്റിക്സ് ഉണ്ട്. അതിന് കാരണങ്ങൾ ഞാൻ താഴേക്ക് വരാം. അടുത്തത് പ്രഷർ, പൊളിറ്റിക്സ്. അടുത്തത് പെർഫോമൻസ്. ഈ സഭയിൽ വന്നാൽ എന്ത് ചെയ്യണം? നിങ്ങൾ പെർഫോം ചെയ്യണം. പെർഫോം ചെയ്യുന്നത് ചിലപ്പോഴൊരു അഭിനയം കൂടാണ് ശരിക്കും പറഞ്ഞത്, അല്ലേ? എനിക്ക് ഐ കനോട്ട് ബി മൈസെൽഫ്. ഇന്ന് രാവിലെ ഇവിടെ ഇംഗ്ലീഷ് സർവീസിലൊരു ഭയങ്കര അത്ഭുതം നടന്നു. എന്താണെന്നറിയാം? പ്രൈസ് ആൻഡ് വർഷിപ്പ് കഴിഞ്ഞ് ഇരിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഒരു മിനിറ്റ്, എല്ലാവരും ഒന്ന് ഇരിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് നടന്ന് എല്ലാവരും ഒന്ന് കൈ കൊടുത്ത് പരിചയപ്പെടുത്ത്, എല്ലാവരെയും ഒന്ന് ചുരുക്കി പറഞ്ഞ് അവസാനം നിർത്താൻ വയ്യ. ആൾക്കാർ വിചാരിച്ച് ഇത് യോഗം തീർന്നെന്ന്. എല്ലാവരും നടന്ന് അങ്ങറ്റത്തെത്തി ഇങ്ങേറ്റം ഇവിടെ. ചുരുക്കി പറഞ്ഞാൽ ചിലർ വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ പരിചയപ്പെട്ട് അപ്പോഴത്തേക്കും കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, പിന്നെ നമ്പർ എടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് അങ്ങ് വിട്ടു അത്. പക്ഷേ അത് ഇറ്റ് വാസ് സോ ഗുഡ്. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ അതിപ്പം ചെയ്യണോ? സത്യം പറഞ്ഞാൽ ആഗ്രഹമുണ്ട്, സമയമില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത് ഇടത്തും വലത്തിരിക്കുന്നവർ ആരാണെന്ന് അറിയാമോ? ഈ മലയാളം സർവീസ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സിനിമാ തിയേറ്റർ പോലെ ആയി. സിനിമാ തിയേറ്ററിൽ ഇടത്തും വലത്തിരിക്കുന്നവർ അറിയേണ്ട ആവശ്യമില്ല. നേരെ വന്ന് സിനിമ കണ്ടു, പോയി ശുഭം എഴുതി കാണിക്കുമ്പോൾ എഴുന്നേറ്റ് വീട്ടിൽ പോകും. ഇതുപോലെ ഇവിടെ 3 അല്ലേലിയോ പറയുമ്പം എഴുന്നേറ്റ് വീട്ടിൽ പോകും, അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇന്ന് രാവിലെ ചെയ്തത് സത്യം പറഞ്ഞാൽ അടുത്ത ആഴ്ച എന്ത് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, അല്ലേ? ഇവിടെ ഒരു 10 മിനിറ്റ് എടുത്താൽ പോരെ. മലയാളത്തിച്ചിലൂടെ സമയം എടുക്കേണ്ടി വരും. പുറത്തൊക്കെ ആളിരിപ്പുണ്ട് ഒത്തിരി, അല്ലേ? ഒന്ന് ഇറങ്ങിപ്പോയി എല്ലാവരെയും ഒന്ന് പരിചയപ്പെടേണ്ട ആവശ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലെന്നുണ്ടെങ്കിൽ വി ജസ്റ്റ് പെർഫോം. ഇപ്പം തന്നെ ഇവിടെ ഈ സ്റ്റേജിൽ കാണിക്കുന്നതൊക്കെ ഒത്തിരി പെർഫോമൻസ് ആയിട്ട് തോന്നും പ്രിയപ്പെട്ടവരെ. പക്ഷേ ഇത് ഒരു ലെവൽ കഴിഞ്ഞ പെർഫോമൻസും പ്രഷറും പൊളിറ്റിക്സൊക്കെ ആകുമ്പം അവിടെ പ്രശ്നം. പിന്നെ വിശ്വാസത്തിനൊന്നും അവിടെ വലിയ കാര്യമില്ല. നേരത്തെ പറഞ്ഞു സ്നേഹം ഓൾറെഡി റീപ്ലേസ്ഡ് ആയി, ഇപ്പം വിശ്വാസവും പോയി. അപ്പം ഈ ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഈ ശ്രദ്ധ പതറിപ്പോകുന്നതോ അല്ലെങ്കിൽ ഈ അസ്വസ്ഥത ഉണ്ടാകുന്നതോ ഇറ്റ് ഈസ് വെരി സട്ടിൽ. അത് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാത്ത തരത്തിൽ അതങ്ങ് പോകും. അത് ഒന്നാമത് നമ്മൾ നേരത്തെ കേട്ട പോലെ ക്രിസ്തുവിനോടുള്ള ആ ഡിവോഷനിൽ നിന്ന് നമ്മളെ അങ്ങ് അകറ്റും. അടുത്തതുള്ള പ്രശ്നം, ഈ ക്രിസ്തുവിൽ നിന്ന് നമ്മളെ അകറ്റുമ്പോഴത്തേക്കും അവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഈ ഫോക്കസ് പതുക്കെ ഫ്രം പീപ്പിൾ ഇറ്റ് ഗോസ് ടു പവർ. ജനങ്ങളിൽ നിന്നുള്ള ആ ഒരു ഫോക്കസ് മാറിയിട്ട് അധികാരങ്ങളിലേക്ക് പോകും. ഒരു സഭ കൂടിയപ്പോൾ ആദ്യം ഒരു കുടുംബമായിരുന്നു, ജനങ്ങളായിരുന്നു, വ്യക്തികളായിരുന്നു, ബന്ധങ്ങളായിരുന്നു. ഇച്ചിരി കഴിയുമ്പോൾ എന്തു പറ്റും? ഇതിനകത്ത് ആരാണ് വലിയവൻ, ആരാണ് ഇടത്ത്, ആരാണ് വലത്ത്, ആരാണ് അടുത്ത് പിൻഗാമി, ഇതൊക്കെയാവും പ്രശ്നങ്ങൾ. അങ്ങനെ വരുമ്പോൾ ഈ ബന്ധങ്ങളങ്ങ് പതുക്കെ അവിടെ അങ്ങ് പോകും. ഈ ആത്മാക്കളാണൊരു സഭയിൽ വരുന്നവരല്ലേ? സഭയിൽ വരുന്നത് എന്താണ്? ആത്മാക്കൾ. ഈ ആത്മാക്കളിൽ നിന്നും ഈ സിസ്റ്റം വീണ്ടും ഒരു വ്യവസ്ഥയിലോട്ട് കാര്യങ്ങളൊക്കെ പോകും. അവിടെയും പ്രശ്നമാണ്. അടുത്തത് ചിലപ്പോഴെങ്കിലും ഇറ്റ് ഗോസ് ഫ്രം ഗോസ്പൽ. ഇവിടെ വന്നതിന് കാരണം സുവിശേഷമാണ്. പക്ഷേ സുവിശേഷം പതുക്കെ മാറിയിട്ട് ഫ്രം ഗോസ്പൽ ടു ഗെയിൻ, ലാഭത്തിലേക്ക് പോവും.
ഇന്ന് പലപ്പോഴും സുവിശേഷ വേല എന്താണ്? സുവിശേഷ കച്ചവടം എന്നൊക്കെ പറയാറില്ലേ? ഇന്ന് ഏറ്റവും നല്ല ബിസിനസ് ഏതാണ്? തിരുവല്ലയിലൊരു ഫെഡറൽ ബാങ്ക് മാനേജർ ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, തിരുവല്ല സൈഡിൽ ഏറ്റവും നല്ല ബിസിനസ് ഒരു ചർച്ച് തുടങ്ങുന്നതാണ്. ഇപ്പോഴല്ല, കുറച്ചാൾ മുമ്പ് ഒരു ബാങ്ക് മാനേജർ പറഞ്ഞ കാര്യം പുള്ളി പറയുക, എൻ്റെ ബാങ്ക് ഏറ്റവും കൂടുതൽ അക്കൗണ്ട് കാശിട്ടിരിക്കുന്നത് ഈ പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഏറ്റവും നല്ല ലാഭകരമായ ബിസിനസ് ഏതാണ്? ഒരു സഭ തുടങ്ങുക, അല്ലേ? അപ്പം ഈ ഗോസ്പൽ ടു ഗെയിൻ, ലാഭത്തിന് വേണ്ടി കാര്യങ്ങൾ നീങ്ങുമ്പോൾ പിന്നെ അവിടെ സുവിശേഷം ഉണ്ടാകത്തില്ല പ്രിയപ്പെട്ടവരെ. അടുത്തത് ഇങ്ങനെ വരുമ്പം, ഇങ്ങനൊരവസ്ഥയിലേക്ക് വരുമ്പം വിശ്വസ്തരായി നിൽക്കുന്ന അംഗങ്ങൾ പോലും പതുക്കെ എന്ത് ചെയ്യും? നിരാശപ്പെട്ട് മടുത്ത് അവർ ഈ പറഞ്ഞ പോലെ, ചിലർ ഈ പറഞ്ഞ പോലെ ദേഷ്യപ്പെട്ട് പോയെന്നിരിക്കും, പക്ഷേ ചിലർ ഈ പറഞ്ഞ പോലെ വല്ലാത്ത അവസ്ഥയിൽ അവർ പിന്മാറ്റത്തിലേക്ക് പോയെന്നിരിക്കും. അപ്പോൾ ഇന്നൊരു 10 വിഷയങ്ങളൊന്ന് ഓടിച്ചടുത്ത് 40 മിനിറ്റിനകത്ത് പറയാൻ പോകാം. എന്താണെന്നറിയാമോ? എന്തുകൊണ്ട് വൈ പീപ്പിൾ ലീവ് ദ ചർച്ച്, എന്തുകൊണ്ട് ജനങ്ങൾ സഭ വിടുന്നു? ഇത് സഭയിലുള്ള അംഗങ്ങൾ കേട്ടിട്ട് തിരുത്തേണ്ട കാര്യങ്ങളല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ സഭകൾ തിരുത്തേണ്ട കാര്യമാണ്. അപ്പം സഭകൾ എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് സഭയിൽ നിങ്ങൾ ഏതെങ്കിലും ശുശ്രൂഷയിലുള്ളവരാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നുള്ള. ഇനി ഈ ഫെയ്ത്ത്ഫുള്ളായിട്ടുള്ള ആൾക്കാർ പലപ്പോഴും they don't leave the church because of doctrine. ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രമല്ല എല്ലാവരും സഭ വിടുന്നത്. സഭയിലേക്ക് ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും. ഈ പഥ്യോപദേശം നമ്മൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല, പക്ഷെ ചില വിഷയങ്ങളിൽ എന്താവും, ചില ഏറ്റക്കുറച്ചിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ടോളറേറ്റ് ചെയ്തുമൊക്കെ ആൾക്കാരങ്ങ് നിന്നിരിക്കും. പക്ഷേ പലപ്പോഴും സഭയിൽ നിന്ന് ജനങ്ങൾ പോകുന്നത് അവിടെ ദുരുപദേശം തുടങ്ങി, ഇനി ഞാൻ പോവാ എന്ന് പറഞ്ഞ് പോകുന്നതല്ല. they leave when love breaks down. അവിടെ ഇപ്പോൾ ഒരു സ്നേഹമില്ല. ആ സാമ്പാർഷ ഒരു നല്ല മനുഷ്യനായിരുന്നു, ഇപ്പോൾ അയാൾക്ക് ഇച്ചിരി അഹങ്കാരി ഇടയ്ക്ക് ഇച്ചിരി കൂടുന്നുണ്ട്. ഇപ്പോൾ സ്ഥലമൊക്കെ മേടിച്ച് ഇപ്പം അത് പറഞ്ഞില്ലല്ലേ, വിട്ടുപോയി. കണ്ടോ, സാമ്പാർഷക്ക് കാശ് ചോദിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഇപ്പോൾ ഇവിടെ കിട്ടിയല്ലേ. എൻ്റെ മനസ്സിൽ കൂടെ അതങ്ങോട്ട് പോകുന്നില്ല, അതാ ഈ പ്രശ്നം. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ഓഫ് ചെയ്തിട്ട് പറയാം കേട്ടോ. കാര്യം ഇന്നലെ എനിക്ക് ഓൺലൈനിലൊരു ഒരു 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 മെസ്സേജ് വന്നു. ഞങ്ങൾ 3 സഭയിൽ പോയി. ആദ്യത്തെ സഭയിൽ ചെന്നപ്പം അവിടെ ബിൽഡിംഗ് പ്രോജക്റ്റ് അവിടെ കൊടുത്തു. കുറച്ച് കഴിയുമ്പോൾ അടിച്ച് പിരിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത സഭയിൽ പോയപ്പോൾ അവിടെ നിന്നാണ്ട് ബിൽഡിംഗ് പ്രോജക്റ്റ്. അപ്പം 3 കൊടുത്തിട്ടാ, ഇവിടെ അല്ല, ഇത് അമേരിക്കയിലെ കാര്യമായിരുന്നു. അമേരിക്കയിൽ നിന്ന് ആൾ വിളിച്ചു. ഞങ്ങൾ 3 ചർച്ചയിൽ പോയപ്പോൾ 3 ബിൽഡിംഗ് പ്രോജക്റ്റ്, 3 കൊടുക്കേണ്ടി വന്നു. ഞങ്ങൾ വിചാരിച്ചു ഇതായിരിക്കും നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന സഭ. അങ്ങോട്ട് ചോദിച്ചപ്പം കൊടുത്തു. പിന്നെ അടിച്ച് പിരിഞ്ച് അവിടെ നിന്ന് പിന്നെയും പോയി. ചുരുക്കി പറഞ്ഞ് ഇപ്പോൾ അവർ ഞങ്ങൾ ഇപ്പോൾ എവിടെയെങ്കിലും ചെന്നാൽ ബിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ്, ഞങ്ങൾക്ക് ഒരുമാതിരി പുച്ഛമാണ്. കാര്യം വി ആർ ഫെഡ് അപ്പ് വിത്ത് ദിസ് ബിൽഡിംഗ് പ്രോജക്റ്റ് ഫണ്ട്സ്, അല്ലേ? അപ്പോൾ ഇതൊക്കെ ഒരു സത്യമാണ്. അപ്പം ഈ സ്നേഹം കുറയുമ്പം ആൾക്കാർ പോവും. 2, they leave when trust erodes. വിശ്വാസം, അന്യോന്യമുള്ള പരസ്പര വിശ്വാസം, അത് ഈ പറഞ്ഞ പോലെ ഇറോഡ്, അതിന് കോട്ടം വരുമ്പം പോവും. പക്ഷേ അങ്ങനെ വരുമ്പം they leave with wounds. അവർ വേദനയോടുകൂടി ആയിരിക്കും പോകുന്നത്. they leave hurt. അവർ സത്യം പറഞ്ഞാൽ ശരിക്കും മുറിഞ്ഞവരായിട്ടാണ് അവർ പോകുന്നത്. അപ്പം ഇങ്ങനെ പലരും പോകുന്നതിനുള്ള കാരണങ്ങൾ ഓടിച്ച് നമുക്കൊരു 10 പെട്ടെന്ന് നോക്കാം. 1, Number 1, why people leave churches? Number 1, lack of shepherding, not preaching. പ്രസംഗത്തിൻ്റെ കുറവല്ല, ശരിയായ ഇടയപരിപാലനം ലഭിച്ചില്ലെങ്കിൽ ജനങ്ങൾ പോയെന്നിരിക്കും. ആണോ? സത്യമാണോ? നിങ്ങൾ വേണം പറയാൻ. ഏറ്റവും നല്ല പ്രസംഗമുള്ള ചർച്ച ഈ പട്ടണത്തിൽ ഏതാ എന്ന് ചിന്തിച്ചാരും വരാറില്ല. ഒരു ബന്ധങ്ങളിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത് സഭകൾ. അതിൽ പ്രത്യേകിച്ച് ഇടയപരിപാലനം എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഞാൻ വീണ്ടും ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നത്. ഇഫ് യു ഹാവ് എ ഹാർട്ട് ഓഫ് എ ഷെപ്പേർഡ്, ഡു ഇറ്റ്, ബി ദ ഷെപ്പേർഡ്, സോ ദാറ്റ് പീപ്പിൾ വിൽ ബി ബ്ലെസ്ഡ്, അല്ലേ? നിങ്ങളെ കണ്ട് നിങ്ങളെ അനുകരിക്കാൻ അനേകരുണ്ടായിരിക്കും. ആ നിങ്ങളുടെ ഹൃദയം അതുണ്ടെങ്കിൽ ദയവായി അതിലേക്ക് എഴുന്നേൽക്കുക. ചിലരുടെ പ്രശ്നം, സം പാസ്റ്റേഴ്സ് ആർ സ്ട്രോങ് ബിഹൈൻഡ് ദ പുൽപിറ്റ് ബട്ട് വെരി ആബ്സെൻറ്റ് ഇൻ പീപ്പിൾസ് ലൈഫ്. പുൽപിറ്റിൻ്റെ ഇപ്പുറത്ത് പാസ്റ്റർ ഭയങ്കര പ്രസംഗകനാണ്, പക്ഷേ മനുഷ്യരുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ ചില മെഗാ ചർച്ചസ് കണ്ടിട്ടുണ്ട്. അവിടെ പാസ്റ്ററിൽ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങുന്ന പോലെ സ്റ്റേജിൻ്റെ അവിടെ വന്ന് ഇറങ്ങി ബാക്ക് ഡോറിൽ കൂടെ കയറി വരും.
അവിടെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ബൗൺസേഴ്സ് എന്താ അവർ പറയുന്നത്, ബ്ലാക്ക് കാറ്റ്സിനെ പോലെ 2-3 ഗുണ്ടകൾ കാണും. അവർ ഇദ്ദേഹത്തെ ബാക്കിൽ കൂടെ റാഞ്ചി എടുത്തുകൊണ്ട് പോയി കാറയിട്ട് അങ്ങോട്ട് പോകും. ഞാൻ അതിനുള്ള ചർച്ചസ് കണ്ടിട്ടുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, പ്രത്യേകിച്ച് വിദേശങ്ങളിലെ ചിലർക്കൊക്കെ അറിയാം. പക്ഷേ ഞാൻ അന്നിങ്ങനെ ഞാനിത് കണ്ടിട്ട് പാസ്റ്റർ അങ്ങോട്ട് പോയി, അയാൾ വീട്ടിൽ എത്തി. ഞാൻ ആദ്യമായിട്ട് ദുബായിലൊരു ചർച്ച ചെയ്ത് കണ്ടപ്പോൾ ഞാൻ പാസ്റ്റർ ഇവിടെ നമ്മളെപ്പോലെ വാതിൽ ചെന്ന് എല്ലാവർക്കും കൈയും കൊടുത്ത് വർത്തമാനം പറഞ്ഞോട്ടെ. അങ്ങേര് പ്രസംഗം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ആശീർവാദം പറയുന്നതിന് മുമ്പ് പുള്ളി അദ്ദേഹത്തിൻ്റെ വില്ലയിൽ എത്തിക്കഴിഞ്ഞു. They are very strong behind the pulpit but absent in people's lives. ഒരു ഇടയനൊരിക്കലും റിമോട്ട് ഇടയനായിരിക്കാൻ പറ്റത്തില്ല. ഇടയനൊരിക്കലും വിർച്വൽ ഷെപ്പേർഡായിരിക്കാൻ പറ്റത്തില്ല. The shepherd has to have some relationship with people, some connection. ചിലപ്പോൾ ഉള്ള പ്രശ്നം, sermons will be very powerful. ഞങ്ങളുടെ സഭയിലെ പ്രസംഗം ഭയങ്കര ശക്തിയുള്ള പ്രസംഗങ്ങളാണ്, പക്ഷേ കെയർ ഈസ് മിനിമൽ. അവിടെ കരുതലില്ല. നല്ല പ്രസംഗമുണ്ട്, പക്ഷേ എന്തില്ല, കരുതലില്ല. നല്ല പ്രസംഗം കേൾക്കണേ നിങ്ങൾക്ക് യൂട്യൂബിൽ ചെന്ന് എത്രയോ നല്ല നല്ല പ്രസംഗങ്ങൾ കേൾക്കാം. എന്തിനാണ് ഒരു സഭയിൽ കയറി വരുന്നത്? അവിടെ ഒരു കരുതലുണ്ടാവുമെന്ന് പ്രതീക്ഷയല്ലേ നമ്മൾ വരുന്നത്. അപ്പോൾ ആൾക്കാർ ആ കരുതലില്ലെങ്കിൽ എന്ത് പറ്റും, പോകും. പ്രത്യേകിച്ച് when members of a church, when they face grief, ഒരു പെട്ടെന്നൊരു ഒരു വീട്ടിലൊരു പ്രതിസന്ധി ഉണ്ടായി, ഒരു ദുരന്തം ഉണ്ടായി, ഒരു മരണം ഉണ്ടായി, ഒരു ഡിപ്രഷൻ ഉണ്ടായി, ഒരു ക്രൈസിസ് ഉണ്ടായി, അങ്ങനെ വരുമ്പം ദേ ഫീൽ സ്പിരിച്വലി ഓർഫൻഡ്. എന്നോട് എത്രയോ പേര് പറയാറുണ്ട്, ഞങ്ങൾ എത്ര വർഷം ആ ചർച്ചിൽ പോയി ബ്രദറെ, എൻ്റെ ഭർത്താവ് മരിച്ചു. ഞാൻ വിളിച്ചു പറഞ്ഞു, ഒരു മനുഷ്യൻ സഭയിൽ തിരിഞ്ഞു നോക്കിയില്ല. ഒരിക്കലൊരു ആൻറ്റി എന്നോട് പറഞ്ഞ, ഞാൻ പോയി ഞങ്ങളുടെ പാസ്റ്ററോട് കെഞ്ചണ്ടി വന്ന് എൻ്റെ ഭർത്താവിനെ ഒന്ന് അടക്കാൻ. ഞാൻ പറഞ്ഞു, എന്താ പ്രശ്നം, നിങ്ങൾ അവിടെ അല്ലേ പൊയ്ക്കൊണ്ടിരുന്നത്? അത് പണ്ടവിടെ സെമിട്രിക്ക് പിരിച്ചപ്പോൾ എൻ്റെ ഭർത്താവ് കൊടുത്തില്ല. അതിന് കാര്യമുണ്ട്, അന്ന് അയാൾ രക്ഷിക്കപ്പെട്ടിരുന്നില്ല, ഞാനാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് അവിടെ സെമിട്രി ആയി. അപ്പോൾ അവർ കണക്കെഴുതി വെച്ചപ്പോൾ ഈ കുടുംബം സെമിട്രിക്ക് പൈസ തന്നിട്ടില്ല, അതുകൊണ്ട് എന്താണ്, അടക്കത്തില്ല. പിന്നെ ചെക്ക് എഴുതി കൊടുത്ത് പാസ്റ്റർ അസിനെ വിട്ട് ബാങ്കിൽ വിട്ട് ഇതിൽ കാശുണ്ടോ എന്ന് ഉറപ്പിച്ചിട്ടാണ് വന്ന് അടക്കിയത്. ഇതൊരു ആൻറ്റി തിരുവനന്തപുരത്ത് എന്നോട് പറഞ്ഞ സാക്ഷ്യമാണ്. ദേ ഫെൽറ്റ് വെരി ഓർഫൻഡ്. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ആൻറ്റി കരഞ്ഞു. ഒത്തിരി എന്നെ കണ്ടപ്പോൾ പഴയ സ്നേഹം കൊണ്ട് രാജാൻ അറിയാം ഇതാരാന്ന്. ഒത്തിരി കരഞ്ഞു. സമയം ആ പഴയ സ്നേഹമൊന്നും ഇന്ന് മനുഷ്യർക്കില്ല, ഇന്ന് ഈ പാസ്റ്റർമാർക്കും ഇല്ല. ഞാൻ നിങ്ങൾ അങ്ങനെയുള്ളവരായി തീരരുത്. അതുകൊണ്ടാണ് സെർമൻസിൻ്റെ പവറിലല്ല, എത്രത്തോളം കരുതലുള്ളതെന്നുള്ളതിലാണ് കാര്യമിരിക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ കുടുംബങ്ങളിൽ ചില പ്രയാസഘട്ടത്തിൽ, ആപൽഘട്ടത്തിൽ, പ്രതിസന്ധി ഘട്ടത്തിൽ അപ്പോഴെത്രത്തോളം ഈ കരുതലുണ്ടെന്നുള്ളതാണ് കാര്യം. കഴിഞ്ഞ ബുധനാഴ്ച ഇവിടെ മെൻസ് ഫെലോഷിപ്പിന് നമ്മുടെ ഒരു സഹോദരൻ്റെ 60ാം പിറന്നാളിലൂടെ എല്ലാവരും കൂടി ആഘോഷിച്ചു. അപ്പോൾ ആ സഹോദരൻ വന്ന് സാക്ഷി പറഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമുക്കൊരു മരണം ഉണ്ടായപ്പം പെട്ടെന്ന് ബോഡി ഡ്രസ്സ് ചെയ്ത് മോർച്ചറി വിടാനോ മോർച്ചറി വെക്കാനോ ഞാൻ ഈ സഹോദരനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടും കൂടാണെന്ന് വൃത്തിയാക്കി ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ചത്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പറഞ്ഞത്, അരങ്ങേറ്റം എന്ന് പറയുന്ന പോലെ. പക്ഷേ പിന്നിപ്പോൾ അരങ്ങേറി ഇപ്പോൾ ആര് മരിച്ചാലും പുള്ളിയാണ് ആദ്യം വരുന്നത്. എന്നിട്ട് താടി കെട്ടാനും മുടയ്ക്കാനും അല്ലേ എല്ലാത്തിനും. അപ്പോൾ പുള്ളി ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം പറഞ്ഞു, ഇത് ആ സമയത്തൊക്കെ ആയിരിക്കും വിളി വരുന്നത്. അപ്പോൾ ഇത് കെട്ടാനുള്ള ഗോസ് ചിലപ്പം കാണത്തില്ല, ഇത് ഈ പറഞ്ഞാൽ ഇടാനുള്ളൊരു ചിലപ്പോൾ മുണ്ട് പോലും കാണത്തില്ല, ഷീറ്റ് കാണത്തില്ല. അപ്പോൾ പുള്ളി ഇപ്പോൾ ഒരു സെറ്റ് മേടിച്ച് ഒരു ബാഗിനാക്കി കാറിനകത്ത് സ്ഥിരം വെച്ചിരിക്കും. ഇല്ല, മൊബൈൽ ടയർ പഞ്ചർ. അതുകൊണ്ട് ഏത് രാത്രി നിങ്ങൾക്ക് അദ്ദേഹത്തെ വിളിക്കണമെങ്കിൽ നമ്പർ തരാം. ഞാൻ പറഞ്ഞ് സർക്കാരിനോടൊന്ന് ആവശ്യപ്പെട്ട് 100 പോലീസ്, 101 ആംബുലൻസ്, 102 ഫയർഫോഴ്സ്, 104, 105. ഇനിയിപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അദ്ദേഹം തന്നെ പറയായിരുന്നു, വേറെ ഏതോ ഇവിടുത്തെ പുള്ളി ഇതൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ അവിടെ ഇരിക്കുന്നൊരു നമ്പർ ഒന്ന് തരാമോ? കാരണം ഈ സർവീസ് ആർക്കും വേണ്ടി വരും. അപ്പം ഈ ആർക്കെങ്കിലും ഈ പ്രശ്നമില്ല, ആരെങ്കിലും എപ്പോഴെങ്കിലും വടിയായ വിളിക്കുക അല്ലേ. വേറെ ആരും വരാം. നമ്മുടെ സൗകര്യം രഞ്ജിയാണ്. രഞ്ജിക്ക് വന്നേ പോറയുന്നുണ്ട് അവർ പറയുന്നു.
രഞ്ജിയുടെ കൂട്ടുകാർ പുറയിരുന്നുകൊണ്ട് പറഞ്ഞ് ഇയാളെ ഫ്രണ്ടിൽ വിളിക്കാൻ. ഇതാണ് എവിടെ മരണമുണ്ടായാലും മൃതദേഹം വൃത്തിയായി ഒരുക്കി കൊടുക്കപ്പെടും. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് അടക്കി കൊടുക്കപ്പെടും, ദഹിപ്പിച്ച് കൊടുക്കപ്പെടും, അല്ലേ, മോർച്ചറിയിൽ വെച്ച് കൊടുക്കപ്പെടും, അല്ലേ. എന്തായാലും ഇത് പുള്ളി നല്ലൊരു അടുത്തൊരു ബിസിനസ്സിനുള്ള സ്കോപ്പുണ്ട്. ആട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം നോക്കി ഓൺലൈൻ കണ്ട് പലരും വിളിക്കും. മദ്രാസിലൊക്കെ വിൻസെൻ്റ് പാർക്ക് ഹെർബറിയൽ സർവീസസ്, ആ കിൽപോക്ക് സെമിറ്റിയുടെ ഫ്രണ്ടിൽ കുറേ വണ്ടികൾ കിടക്കും, ഇത് കൊണ്ടുപോകുന്ന വണ്ടികൾ. അപ്പോൾ അതുപോലെ കൊണ്ടുവന്ന് വണ്ടിയൊക്കെ മേടിക്കണം കേട്ടോ, ഗ്ലാസ്സൊക്കെ ഇട്ട്. ഓക്കെ, എന്തായാലും നല്ലൊരു പരസ്യമായി പുള്ളിക്ക്. രഞ്ജി ഇനിയും ഇൻറ്റീരിയർ ഒന്നും ചെയ്യേണ്ട കേട്ടോ. ഓക്കെ, ഇതൊരു നല്ല ബിസിനസ്സാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു പ്രയാസത്തിലൂടെ ഒരു കുടുംബം കടന്നു പോകുമ്പം ഒരു കരുതൽ സഭയിൽ നിന്ന്, പ്രത്യേകിച്ച് ഇടയന്മാരിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ, ദേ മേ ഫീൽ അബാൻഡൻഡ് ബൈ ഷെപ്പേർഡ്സ്, അല്ലേ. ഞങ്ങളുടെ പാസ്റ്റർമാർ, ഞങ്ങളുടെ ലീഡേഴ്സ്, ഞങ്ങളുടെ ചർച്ചിലുള്ളവരെല്ലാം ഞങ്ങളെ തള്ളിക്കളഞ്ഞോ എന്ന് തോന്നും. ഒരു വാക്യം വായിക്കും. ഞാനിത് കഥ പറഞ്ഞു പോയപ്പോഴല്ലേ, വാക്യം കൂടെ വരണം. യോഹന്നാൻ 10:11, ജോൺ 10:11. പെട്ടെന്ന് വായിച്ചേ. യോഹന്നാൻ 10:11. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. കണ്ടോ, ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഇടയൻ. ഈ ഇടയനാണ് നമ്മുടെ മാതൃക. എല്ലാ പാസ്റ്റർക്കും ഒരു മാതൃക. ഈ ലോകത്തിലുള്ള മറ്റേതെങ്കിലും അറിയപ്പെടുന്ന സെലിബ്രിറ്റി പാസ്റ്ററോ ഈ പറഞ്ഞ മെഗാ ചർച്ച് പാസ്റ്ററോ ഒന്നുമല്ല. ഏത് ഇടയനും മാതൃക നല്ല ഇടയനായ ക്രിസ്തുവായിരിക്കണം. എത്ര പേര് അത് വിശ്വസിക്കുന്നു? ഓക്കെ, രണ്ടാമത്തെ, അപ്പം ലാക്ക് ഓഫ് ഷെപ്പേർഡിങ് നോട്ട് പ്രീച്ചിങ്. എന്താണ്? ഇടയ പരിപാലനത്തിൻ്റെ കുറവുണ്ടായാൽ പ്രസംഗമല്ല വേണ്ടിയത്, ഒരു ഇടയനെ ആൾക്കാർക്ക് വേണ്ടിയത്. 2, ലീഡർഷിപ്പ് വിത്തൗട്ട് അക്കൗണ്ടബിലിറ്റി. ഒരു സഭയിൽ നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ നേതൃത്വമുണ്ട്, പാസ്റ്ററോ ആരെങ്കിലുമൊക്കെ ഉണ്ട്, പക്ഷേ അവർക്ക് എന്തില്ല? ഉത്തരവാദിത്വമില്ല. അല്ലെങ്കിൽ എന്താണ്? ഒരു അക്കൗണ്ടബിലിറ്റി ആരോടുമില്ല. ചിലപ്പം നമുക്ക് തോന്നും ദൈവത്തോടുമില്ല, മനുഷ്യരോടുമില്ല, അല്ലേ, അവർക്ക് തങ്ങളോടും ഇല്ല എന്ന് ചിലപ്പം തോന്നും. അതിനൊരു ഉദാഹരണം പറയാം. ചിലയിടത്ത് ചെല്ലുമ്പം ചില പാസ്റ്റേഴ്സ് ആർ അൺടച്ചബിൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കും അടുക്കാൻ പറ്റത്തില്ല, ആർക്കും കൈയും കൊടുക്കത്തില്ല, ആർക്കും നമ്പറും കൊടുക്കത്തില്ല, ആർക്കും വീട്ടിൽ പോകാനും പറ്റത്തില്ല, വിളിച്ചാൽ വിട്ട് വീട്ടിൽ വരത്തുമില്ല. പിന്നെ അടുത്തത് അൺടച്ചബിൾ എന്ന് പറഞ്ഞത് അസ്പർശ്യരാണ്. അടുത്തത് അൺക്വസ്റ്റ്യൻഡ്. അതെന്താണ്? ആരും പാസ്റ്ററെ ചോദ്യം ചെയ്യാൻ അങ്ങനെയുള്ള ചർച്ചകൾ കണ്ടിട്ടുണ്ടോ? അടുത്തത് അൺകറക്റ്റബിൾ. തിരുത്താനും പാടില്ല. അത് അങ്ങോട്ടൊന്ന് പഠിപ്പിക്കാൻ പോയാൽ ദേ ഇങ്ങോട്ട് വേണ്ട കേട്ടോ. ഒരിക്കലൊരു പാസ്റ്റർ പറഞ്ഞതാണ്, എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സഹോദരി വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ പറഞ്ഞു സഹോദരി എന്നുകൊണ്ട് അതാണ് വാതിൽ, അതിലേക്ക് ഇറങ്ങി പൊയ്ക്കോളാൻ പറഞ്ഞു. അതായത് വാതിൽ ചൂണ്ടി കാണിച്ചു കൊടുത്ത് പൊയ്ക്കോളാൻ. എങ്ങനെയുണ്ട്? അങ്ങനെ അറഗൻസ് ഉള്ള പാസ്റ്റേഴ്സും ഉണ്ട്. ഇനി ശരിക്കും പറഞ്ഞാൽ അതെന്താണെന്ന് ചോദിച്ചാൽ ദേ ആർ അബ്യൂസിങ്. അവരുടെ ആ ഒരു പൊസിഷനെ എന്ത് ചെയ്യാണ്? അവർ ശരിക്കും പറഞ്ഞാൽ ദുരുപയോഗം ചെയ്യുക. കാരണം അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട്, ശരിയാണ്. മനുഷ്യരും അവർക്കൊരു അധികാരം കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു ഇടയനായിട്ട് ഞാൻ കാണുന്നു, ഒരു പാസ്റ്ററായിട്ട്, ലീഡറായിട്ട് കാണുന്നു, അതൊരു അധികാരമാണ്. പക്ഷേ അധികാരത്തെ ദുരുപയോഗം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെയാണ് വേദപുസ്തകത്തിലെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓൾവേസ് ഇൻവൈറ്റ്സ് അക്കൗണ്ടബിലിറ്റി. തീർച്ചയായിട്ടും നമ്മൾ അന്യോന്യം കണക്ക് കൊടുക്കുന്നവരായിരിക്കണം. അപ്പം അൺഹെൽത്തി ലീഡർഷിപ്പ്, ആരോഗ്യകരമല്ലാത്തൊരു നേതൃത്വമാണ് സഭയിലുണ്ടെങ്കിൽ ആ നേതൃത്വം എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്. എന്താണ്? സൈലൻസ്. മിണ്ടരുത്. എന്ത് കണ്ടാലും മിണ്ടരുത്. സിസ്റ്ററെല്ലാം കണ്ട മിണ്ടിപ്പോരുത്. നിങ്ങൾ അറിഞ്ഞല്ലേ, ആരടുത്തും പറയരുത്. എന്താണ്? സൈലൻസ്. മിണ്ടരുത്. പല സഭകളിലും എന്താ പറയുന്നത്? ഇവിടുത്തെ കാര്യം ആരോടും പറയരുത്, അല്ലേ? അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ? പീപ്പിൾ വിൽ ലീവ്. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 28-ാം വാക്യം, ആക്ട്സ് 20:28. ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു തരണേ. അപ്പോസ്തലപ്രവൃത്തി 20:28. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുക. ആട്ടിൻകൂട്ടത്തെ മുഴുവനെയും സൂക്ഷിക്കണം. അതിനുള്ള ചുമതലയാണ് പാസ്റ്റർമാർക്ക്, ഇടയന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്, എന്തുകൊണ്ട് സഭകളിൽ വിട്ട് അത് ആൾക്കാർ പോകുന്നതെന്ന് ചോദിച്ചാൽ ഫേവറിറ്റിസം. എന്താണ് ഫേവറിറ്റിസം? പക്ഷപാതം, അല്ലെങ്കിൽ സെലക്റ്റീവ് അറ്റൻഷൻ. എന്താണ്? ചിലർക്ക് മാത്രമേ അറ്റൻഷൻ കിട്ടത്തുള്ളൂ. അതെല്ലാ സഭയിലും ഞാൻ കേൾക്കാം. ഇവിടെയും നിങ്ങൾ ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടായിരിക്കും, എനിക്കറിയത്തില്ല, അല്ലേ? സാമ്പാഷർക്ക് പണക്കാരെയൊക്കെ മതി. പിന്നെ പറയുന്നത് സാമ്പാഷർക്ക് ഇപ്പം പുതിയ ആൾക്കാരെ മതി.
പിന്നെ ഇടയ്ക്ക് കേട്ട് സാമ്പാർക്ക് ഇപ്പം ചെറുപ്പക്കാരെ മതി. ഇനി പറ സാമ്പാർ ആര് മതി? ചില നിങ്ങൾ പറഞ്ഞതറിയാം, സാമ്പാർക്ക് ഞാൻ മാത്രം മതി, ഞാൻ മാത്രം മതി, എൻ്റെ പാസ്റ്ററിന് ഞാൻ മാത്രം മതി, എൻ്റെ കുടുംബം മാത്രം മതി, അല്ലേ? അങ്ങനെയും കുഴപ്പമാണ്. അപ്പോൾ ഫേവററ്റിസം ഓർ സെലക്റ്റീവ് അറ്റൻഷൻ. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ സം പാസ്റ്റേഴ്സ് ദേ പ്രയോറിറ്റൈസ് ഡോണേഴ്സ്. ഏറ്റവും കൂടുതൽ കാശ് തരുന്ന ആരോ, ഏറ്റവും കൂടുതൽ സ്തോത്ര കാഴ്ച അല്ലെങ്കിൽ ദശാംശം തരുന്നവരാരോ, അല്ലേ? അങ്ങനെയുള്ളവരോട് ഫേവററ്റിസം കാണിക്കും. പിന്നെ ഫേവററ്റിസം കാണിക്കുന്നത് ഇൻഫ്ലുവൻഷ്യൽ ഫാമിലീസ്. എന്താണ്? അല്പം ഇൻഫ്ലുവൻസ് ഉള്ളവർ, അല്ലേ? സ്വാധീനമുള്ളവരൊക്കെ അങ്ങനെ ഒരു സഭയൊക്കെ, ഇപ്പോൾ പറഞ്ഞു സെലിബ്രിറ്റീസ് ആരെങ്കിലും, ഇപ്പോൾ ഇവിടെ ഒരു MLA വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ വന്നു, അല്ലെങ്കിൽ ഒരു വലിയൊരു അറിയപ്പെടുന്ന ഒരാൾ പട്ടണത്തിലൊരാൾ വന്നാൽ എന്ത് ചെയ്യും? എല്ലാവരും കൂടെ അതിൻ്റെ പുറകെ. പ്രത്യേകിച്ച് പാസ്റ്റർമാർ, ഞാനിത് ഒത്തിരി കണ്ടിട്ടുണ്ട്. ഈ ചില സിനിമാടന്മാരൊക്കെ ഇങ്ങോട്ട് വന്ന് അവരെല്ലായിടത്തും പോകും, അല്ലേ? അവരെയും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന പാസ്റ്റർമാരെ എനിക്കറിയാം. അപ്പോൾ ഈ സെലിബ്രിറ്റീസ് ആണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും അവരുടെ പുറകെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. പിന്നെ ചിലപ്പോഴെങ്കിലും പാസ്റ്റർമാർക്ക് ദേ ഷോ ഫേവററ്റിസം. ആരോടാണെന്നറിയാം? യൂസ്ഫുൾ മെമ്പേഴ്സ്. ആരാണ്? ഉപയോഗവും പ്രയോജനം എന്നറിയാം, ഉപയോഗം, അതാ ശരിക്കുള്ള വാക്ക്, അല്ലേ? അപ്പം ഒരാൾ യൂസ്ഫുള്ളായിട്ടൊരു കുടുംബത്തെ പാസ്റ്റർക്ക് തോന്നിയാൽ മറ്റുള്ള കുടുംബങ്ങളെ പാസ്റ്റർ എങ്ങനെ കാണുമെന്ന് പറയുമ്പോൾ ഡിസ്പോസബിൾ. ഇപ്പം നിങ്ങളിങ്ങോട്ട് കയറിയപ്പോൾ വെള്ളം കുടിക്കുന്ന കപ്പെടുത്ത് എന്ത് ചെയ്തു? കുടിച്ചിട്ട് ആ കപ്പിനെ എന്ത് ചെയ്തു? കഴുകിയോടെ വെച്ചോ? ഇല്ലല്ലോ, പേപ്പർ കപ്പായതുകൊണ്ട് ഇതുപോലെ ഒരു വട്ടം ഉപയോഗിച്ച ശേഷം ഇതുപോലെയും ചില സഭകളിലുണ്ട്. വിശ്വാസികൾ എന്ത് ചെയ്യും? അങ്ങ് ഉപയോഗിച്ചിട്ട് അങ്ങ് കളയുക, അല്ലെങ്കിൽ അങ്ങ് തഴയുക, ആവശ്യം കഴിഞ്ഞ് കളഞ്ഞേക്കുക. ചിലപ്പോഴെങ്കിലും ചില അംഗങ്ങൾ ദേ ഗിവ് ഫെയ്ത്ത്ഫുൾ സർവീസ്. വളരെ വിശ്വസ്തയോടെ അവർ സഭയിൽ അവരെല്ലാവരെയും ഏൽപ്പിച്ച ശുശ്രൂഷ അവർ ചെയ്യും. പക്ഷേ അവർക്ക് ഒരു റിവാർഡും ഇല്ല. പകരം വിസിബിലിറ്റി ഉള്ള ചിലരുണ്ട്. അതെല്ലാ സഭകളിലും ഉണ്ട്. ചിലരിങ്ങനെ ഇടിച്ച് ഫ്രണ്ടിൽ നിൽക്കും. അവരാണ് എല്ലാം ചെയ്യുന്ന പോലെ. ഇവരുടെ മറ്റേ പല്ലി ചിലപ്പോൾ ഉത്തരത്തിൽ കൂടെ ഓടുമ്പോൾ ആ പല്ലിയുടെ വേറെ എന്താണ്? പുള്ളിയാണ് ഉത്തരത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത്. ഇതുപോലെ ചിലരുണ്ട്. അവരിങ്ങനെ എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ ഞങ്ങളാണ് ഇവിടെ എല്ലാം, അല്ലേ? അവർ വളരെ വിസിബിളാണ്, അതാ കാര്യം, വിസിബിളാണ്. പക്ഷേ വേറെ ചിലരുണ്ട് ആത്മാർത്ഥമായിട്ട് അവരെന്ത് പണിയെടുക്കും, പക്ഷെ ആരും അവരെ കാണത്തില്ല. നിങ്ങളെല്ലാം ഇപ്പം മേളിൽ ചെന്നിട്ട് ചോറ് കഴിച്ചിട്ട് വേസ്റ്റ് അങ്ങോട്ട് കളഞ്ഞിട്ട് പാത്രം അവിടെ ഇട്ടിട്ടു. അതെല്ലാം അവിടെ കഴുകി വയ്ക്കുന്ന 3-4 സഹോദരിമാരുണ്ട്. അവരെ ആരും കാണുന്നില്ല. അവരെ മുന്നേ വിളിച്ച് നമ്മൾ അവാർഡും കൊടുക്കുന്നില്ല, അല്ലേ? ആലോചിച്ച് നോക്കി. വിസിബിളായിട്ടുള്ള കാര്യങ്ങൾക്ക് റിവാർഡ്സ് ഉണ്ട്. പക്ഷേ ഫെയ്ത്ത്ഫുള്ളായിട്ട് ചിലപ്പം ചെയ്യുന്ന ചിലരെന്ത് ചെയ്യുന്നു? അവരെ ഇഗ്നോർ ചെയ്യുന്നു. ഇങ്ങനെ കഴിവുള്ള കുഴപ്പം സ്ഥിരമായിട്ട് ഇത്രയും ഞാൻ ആത്മാർത്ഥമായിട്ട്, നിങ്ങളാരും വരുന്നതിന് ഇവിടെ എല്ലാം ഞാൻ വൃത്തിയാക്കി എല്ലാം തൂത്ത് തുടച്ചിട്ട് നിങ്ങളാരും എന്നെ ഒന്ന് അംഗീകരിക്കുന്നില്ല, അല്ലേ? പാസ്റ്റർ പോലൊരു വാക്ക് എന്നെ പറ്റി പറയുന്നു എന്ന് ചിന്തിച്ചാൽ അറിയാതൊരു നീരസം, നല്ല വാക്കെന്താ? റിസൻമെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. റിസൻമെൻറ്റ്. അപ്പം അപ്പോസ്തലപ്രവൃത്തിയിൽ 10-ാം അധ്യായം 34 ഞാനീ പറഞ്ഞ വാക്യം കൂടെ പറഞ്ഞാൽ പോകുന്നത്. അപ്പോസ്തലപ്രവൃത്തിയിൽ 10-ാം അധ്യായം 34 വാക്യം, ആക്ട്സ് 10:34. അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല. ഇത് മനസ്സിലാക്കണം. ദൈവത്തിന് മുഖപക്ഷമില്ലെങ്കിൽ അടുത്ത വാക്യം എന്നും ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി. ദൈവത്തിന് മോഹപക്ഷമില്ലെങ്കിൽ സഭയിലും ഒരു മോഹപക്ഷവും ആരും കാണിക്കരുത്, പ്രത്യേകിച്ച് നേതൃത്വത്തിലുള്ളവർ. ഓക്കെ, 4-ാമത്തെ കാരണം വൈ പീപ്പിൾ ലീവ് ദ ചർച്ച്. പാസ്റ്റേഴ്സ് ഹു വാല്യൂ മണി മോർ ദാൻ പീപ്പിൾ. ചില പാസ്റ്റർമാർ അല്ലെ ചില നേതൃത്വത്തിലുള്ളവർ വ്യക്തികളെ കാണുമ്പം അവരുടെ പണമാണ് വാല്യൂ, അവർക്കെന്തില്ല? വാല്യൂ ഇല്ല. എന്നോട് ചില ബാങ്ക് മാനേജർമാർ പറഞ്ഞിട്ടുണ്ട്, പണ്ട് ഈ ബാങ്കിലെ ഇവിടെ തന്നെ റിട്ടയർഡ് മാനേജർമാർ ഒരു 6 ഡസനിവിടെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ അന്ന് ജോലി ചെയ്യുന്ന കാലത്ത് ഈ കസ്റ്റമേഴ്സുമായിട്ട് എപ്പോഴും ഒരു ബന്ധമുണ്ട്, അല്ലേ? വന്നാൽ ഇപ്പോഴും സാർ എന്തുകൊണ്ട് മോള് ഇവിടെ അവിടെ തന്നെ അല്ലേ? മോയ് കല്യാണം കഴിഞ്ഞ ഇല്ല, സാറിന് അസുഖമൊക്കെ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, മാഡം എങ്ങനെ ഇരിക്കും? എല്ലാവരും അത്യാവശ്യം അറിയാം. ഈയിടയ്ക്ക് ഒരു മാനേജറിനോട് പറയായിരുന്നു, ഇപ്പോൾ സത്യം പറഞ്ഞാൽ പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ വരുന്ന കസ്റ്റമറിനെ നോക്കാറ് പോലുമില്ല. ഇങ്ങോട്ട് കൗണ്ടർ ഇങ്ങോട്ട് എടുത്തിട്ട് അടിക്കും, സ്ക്രീനിൽ കാണും. എത്ര ബാലൻസ് എത്ര പൂജ്യമുണ്ടോ അതനുസരിച്ച് ഞാൻ ഒന്ന് തല ഉയർത്തി നോക്കി ഒന്ന് ചിരിക്കും. ബാലൻസ് ഇല്ലെങ്കിൽ കുനിഞ്ഞ് തന്നെ എടുത്തോണ്ട് പോകും.
നിൻ്റെ മുഖത്ത് നോക്കേണ്ട ആവശ്യം ഇല്ല. കാരണം യു ആർ നോട്ട് വാല്യൂബിൾ. കാര്യം എന്താ, ഒരു ബാങ്ക് മാനേജർക്ക്, ക്ഷമിക്കണം ബാങ്ക് മാനേജർമാർ, ഒരു ബാങ്ക് മാനേജർക്ക് ഭാര്യയും ഭർത്താവും മാനേജർമാർ, പിന്നെ എങ്ങനെ, ഓക്കെ, ഒരു ബാങ്ക് മാനേജർക്ക് എത്ര സീറോ ഉണ്ടെന്നുള്ളതാണ് വിഷയം, അല്ലാതെ ബന്ധങ്ങൾക്കൊന്നും ഇവിടെ വലിയ ഇത് ഇല്ല. ഇടയ്ക്കൊരു വല്യപ്പൻ എല്ലാ ദിവസവും ബാങ്കിൽ ചെന്ന് പതിക്കാൻ ചെല്ലുക. അവിടെ അവസാനം എൻ്റെ അപ്പച്ച ഇങ്ങനെ എന്നും കയറി വരണ്ട, അവിടെ പൈസ വരുമ്പോൾ അതിവിടെ അക്കൗണ്ടിൽ വന്നോളൂ, അല്ലെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയാം. ആ പുള്ളി പറയാം, എനിക്ക് ഈ പേരും പറഞ്ഞാൽ ഒന്ന് പുറത്തിറങ്ങാൻ പറ്റൂ, എനിക്ക് മനുഷ്യരെയൊക്കെ ഒന്ന് കാണണ്ടേ, കാരണം വീട്ടിൽ ഇരുന്ന് ഈ മരുമോളോട്ട് വിടത്തുമില്ല. അതുകൊണ്ട് എന്താ പറയുക, ഞാൻ ബാങ്കിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഡെയിലി ഇങ്ങനെ ഇറങ്ങും. ആ പേരും പറഞ്ഞ് എന്താണ്, വന്നൊരു ഓട്ടോ പിടിച്ച് ഓട്ടോക്കാരനായിട്ട് വർത്താനം പറയും, ഇവിടെ വന്ന് അവിടേക്ക് വർത്താനം പറയും, ഇവിടെ ചുരുക്കി പറഞ്ഞ് പോയി അങ്ങോട്ട് ഇറങ്ങി ചായയും കുടിച്ചിട്ടൊക്കെ ഒരു മണിക്കൂർ കഴിയുമ്പോഴേ വീട്ടിൽ ചെല്ലും. അപ്പോൾ ഇതിനിടയ്ക്ക് പുള്ളിക്ക് ഒത്തിരി സോഷ്യലൈസിങ് ഉണ്ട്. അതിനു വേണ്ടി അല്ലാതെ ബാങ്കിൽ അല്ലേ, ആ കൂട്ടത്തിൽ ഇവിടെ കയറി പതിക്കാൻ വന്നേ പതിക്കാം. അപ്പം അവസാനം പിന്നെ അവർ പിടിയിട്ട് അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പച്ചനെ വിളിച്ച് പറയാൻ വന്ന, ഇല്ല വിളിക്കണ്ട, ഞാൻ ഡെയിലി വന്നോളാം. കാരണം ബാങ്കിൽ നിന്ന് മരുമകളോട് പറഞ്ഞിരിക്കുന്നത്, മോളെ എനിക്ക് ബാങ്ക് വരെ പോയി എനിക്ക് റെമിറ്റൻസ് വന്നിട്ടുണ്ടോ എന്ന്. എവിടെ, ഒരു റെമിറ്റൻസും വന്നിട്ടില്ല. കാരണം അതിൻ്റെ പേരും പറഞ്ഞ അതിനൊക്കെയാണ് ഈ പകൽ വീട് വെച്ചിരിക്കുന്നത്. ഇപ്പം മനസ്സിലായില്ലല്ലേ, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ അങ്ങോട്ട് തേരാപ്പാര നടക്കുന്ന ഈ ഒന്ന് പകൽ വീട്ടിലോട്ട് വരിക, ഒരാഴ്ച 3 ദിവസം ഒരു നല്ല കൂട്ടായ്മ ദൈവം നിങ്ങൾക്ക് അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇഫ് പീപ്പിൾ ആർ നോട്ട് വാല്യൂഡ് ആൻഡ് വെയർ മണി ഈസ് വാല്യൂഡ്, അപ്പം ഇങ്ങനെ വരുമ്പോൾ ആൾക്കാർ പോവും. ഇനി ഒരു സഭയിലുള്ള പ്രസംഗങ്ങളും അവിടെ ഓൺലൈൻ എഴുതി കാണിക്കുന്നതും അവിടെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന പോസ്റ്ററും, ഇഫ് എവ്രിതിങ് റിവോൾവ് അറൗണ്ട് ഓഫറിങ്സ്, അത് എന്തു വന്നാലും ഞാൻ ചില സഭയിൽ ചെല്ലുമ്പം അവിടെ ചില വാക്യങ്ങൾ എഴുതി നോക്കാറുണ്ട്. ചിലയിടത്തെങ്കിലും എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്, കൊടുക്കുന്നവന് കിട്ടും, അമർത്തിക്കൂലിക്ക് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ കൊടുക്കുന്ന വാക്യങ്ങൾ ഒരുപാട് എഴുതി വയ്ക്കുകയാണെങ്കിൽ സൂക്ഷിക്കണം. ഇവിടെ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലേ, ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല അല്ലേ. അപ്പോൾ ഇവിടെ മോർ ദാൻ ഒബീഡിയൻസ് അല്ലേ, നിങ്ങൾ അനുസരിക്കാൻ വേണ്ടിയുള്ള വചനങ്ങളാണ് പറയേണ്ടത്, അല്ലാതെ കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള വചനം മാത്രമല്ല. അങ്ങനെ വരുമ്പം പീപ്പിൾ ഫീൽ എക്സ്പ്ലോയിറ്റഡ്, ഞങ്ങളെ ഇവർ ദുരുപയോഗപ്പെടുത്തുക അല്ലേ, ഞങ്ങളിൽ നിന്ന് ഈ പിടിച്ചു വാങ്ങിക്കാനുള്ള പണിയാണ് നോക്കുന്നത്. അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള സഭകളിൽ ഗിവിങ് ബിക്കംസ് പ്രഷർ ആൻഡ് നോട്ട് വർഷിപ്പ്. എന്താണ്, നമ്മൾ കൊടുക്കുന്നത് ആരാധനയുടെ ഭാഗമാണ്, ശരിയല്ലേ അല്ലേ. നമ്മൾ ഈ കൊടുക്കുന്ന ഇപ്പോൾ സ്തോത്ര കാഴ്ച എടുത്തു, നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട്? നിങ്ങളൊരു കാശ് കൊടുക്കുമ്പം കർത്താവിന് ഒരു അല്ലേ ഒരു അർപ്പിക്കുകയാണ്, ശരി, സ്തോത്ര കാഴ്ച അർപ്പിക്കാം എന്നല്ലേ പറയുന്നത്. അതിൻ്റെ അർത്ഥം ഒരു അർപ്പണമാണ് അല്ലേ, അർപ്പണമാണ്. അപ്പോൾ നമുക്കങ്ങനെ ഒരു അർപ്പണബോധത്തോടു കൂടിയാണോ നമ്മൾ ഒരു സ്തോത്ര കാഴ്ച കൊടുക്കുന്നത്? അതോ നേരത്തെ പറഞ്ഞ എന്താണ്, ഇഫ് ഇറ്റ് ഇസ് നോട്ട് വർഷിപ്പ് ദെൻ ഇറ്റ് ഈസ് പ്രഷർ. പലപ്പോഴും ചർച്ച് ബിക്കംസ് നോട്ട് എ ഫെലോഷിപ്പ്, ഇറ്റ് ആക്ട്സ് ലൈക്ക് എ ഫണ്ട് റൈസർ. എന്താണ്, പണം പിരിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ഏർപ്പാടാണ് ഈ സഭ, അല്ലാതെ അവിടെ കൂട്ടായ്മയൊന്നും ഇല്ല. ഇവിടെ ഓർത്തോണം, എവിടെയെങ്കിലും വെൻ ഫൈനാൻസസ് റീപ്ലേസ് ഫെയ്ത്ത് പീപ്പിൾ ലീവ്. എന്താണ്, വിശ്വാസത്തിന് പകരം പണം അങ്ങ് വന്ന് കയറിയാൽ ജനങ്ങൾ വിട്ടുപോയില്ലേ അതിശയമുള്ളൂ. അവിടെ ഒരു വാക്യം നമുക്ക് നോക്കാം, 1 തിമോത്തിയോസ് 6:10. 1 തിമോത്തിയോസ് 6:10. സഭയ്ക്ക് പണം വേണോ? വേണം. പക്ഷെ 6:10, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലം. ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും കുടുംബങ്ങൾക്കും ഉണ്ടാകുന്നത് മാത്രമല്ല, സഭകൾക്കും പ്രത്യേകിച്ച് സഭാ നേതൃത്വങ്ങൾക്കും ഈ ദ്രവ്യാഗ്രഹം വരും. എന്താണ്, ദ ലവ് ഓഫ് മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൽ. മണി ഈസ് നോട്ട് ദ റൂട്ട് ഓഫ് ഈവിൽ, ദ ലവ് ഓഫ് മണി. ദ്രവ്യമല്ല കുഴപ്പം, ദ്രവ്യത്തോടുള്ള ആഗ്രഹം. ചിലപ്പോഴും ആഗ്രഹം നമ്മൾ ഈ പറഞ്ഞ പോലെ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ ആസക്തിയായിട്ട് മാറും. പിന്നെ അഡിക്ഷനായി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല, പിന്നെ അഡിക്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പണത്തോടുള്ള ആഗ്രഹവും ആസക്തിയും ഒരു സഭയ്ക്ക് വന്നാൽ ഇത് മനുഷ്യർക്ക് മനസ്സിലാവും. അവരെന്ത് ചെയ്യും? പതുക്കെ, എനിക്കറിയാം, സ്തോത്ര കാഴ്ച ആരെ കൊണ്ടും തൊടിയിക്കാതെ ആ പാത്രത്തിൽ നേരെ പാസ്റ്റർ കൊണ്ടുവന്നൊരു ബാഗിലോട്ട് തട്ടിയിട്ട് പാസ്റ്ററും ഭാര്യയും കൂടെ തോളിലിട്ട് കാറെ കയറി വീട്ടിൽ പോയി പാസ്റ്ററും ഭാര്യയും കൂടെ മാത്രം എണ്ണുന്ന സഭകൾ ഈ പട്ടണത്തിലുണ്ട്. കണ്ടോ, ഇല്ല, പണ്ട് പല്ല് ചലച്ച സത്യം എന്ന് പറയും. ഇടയ്ക്ക് ഒരാളെന്നോട് പറഞ്ഞാൽ, പാസ്റ്റർക്ക് മറ്റേ പാസ്റ്ററിൻ്റെ ഭാര്യയെ കണ്ടുണ്ടോ? ഞാൻ പറഞ്ഞു, കണ്ടുണ്ട്. അവരുടെ കയ്യിരിക്കുന്ന ബാഗ് കണ്ടുണ്ടോ? ഞാൻ പറഞ്ഞു, എന്ത് ബാഗ്? സാധാരണ സ്ത്രീകൾ കൊണ്ടുവരുന്ന ബാഗിനേക്കാളും ഇച്ചിരി വലുതാണ്. എന്താ, ആ സ്തോത്ര കാഴ്ച മൊത്തം ആ ബാഗിൽ വെച്ചാൽ കൊണ്ടുപോകും. വീട്ടിൽ കൊണ്ടുപോയിട്ട് പുള്ളിക്കകത്തെയാണ് ട്രഷർ. അപ്പം ട്രഷറുമാണ് എണ്ണുന്നത് അല്ലേ.
ഞാനതൊക്കെ പറയുമ്പോൾ ആരോട് പിണങ്ങരുത്. ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന പാസ്റ്റർമാരോ ഭാര്യമാരോ ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടോണം. അതും കൂടെ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു വിട്ടേക്കാം. ഓക്കെ. അപ്പോൾ 1 തീമോഥെയോസ് 6:10 കണ്ടു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. അടുത്തത് 5ാമത്തെ കാരണം, ലാക്ക് ഓഫ് സ്റ്റഡി ആൻഡ് ഷാലോ ടീച്ചിങ്. അതായത് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന വചനങ്ങൾക്കോ അതിനെന്തില്ല? ഷാലോ എന്ന് പറഞ്ഞാൽ എന്താ? ആഴമില്ല. എന്തില്ല? ആഴമില്ല, കട്ടിയില്ല, അല്ലേ? കട്ടിയില്ലാത്ത വചനം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലാക്ക് ഓഫ് സ്റ്റഡി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് വന്ന് ഒന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു കൊണ്ടുവന്ന് വിളമ്പി കൊടുക്കുന്നതായിട്ട് തോന്നാറില്ല. എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി പ്രസംഗിച്ചിട്ട് അങ്ങ് പോവും. അതും ഈ പറഞ്ഞ പോലെ ചിലരെന്ത് ചെയ്യുമെന്നറിയാമോ? ചില ലീഡേഴ്സ്, ചില പാസ്റ്റേഴ്സെങ്കിലും അവർ വചന ശുശ്രൂഷയ്ക്ക് മുമ്പ് അവരൊന്ന് സമയം കണ്ടെത്തി ദൈവസന്നിധിയിലിരുന്ന് ഒന്ന് നല്ലവണ്ണം വചനം പഠിച്ച് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് പ്രസംഗിക്കണം. ഇല്ല എന്നുള്ളെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? ദേ വിൽ റിലൈ ഓൺ റീസൈക്കിൾഡ് മെസ്സേജസ്. എന്താണ് പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. എന്നോട് ക്ഷമിക്കണം, തീർച്ചയായിട്ടും പറഞ്ഞതൊക്കെ തിരിച്ച് പറയും. പക്ഷെ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ പറഞ്ഞത് പിന്നെയും പറയരുതെന്ന് പറയാൻ പുതിയ കൊണ്ട് വെച്ചുകൊണ്ട് ഇതെന്തോന്ന് സിനിമ തിയേറ്ററാ? പുതിയ സിനിമ റിലീസ് ചെയ്തുകൊണ്ടിരിക്കാൻ? അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ഈ അപ്പോസ്തലന്മാർ പറഞ്ഞത് തന്നെയാണ് പല ലേഖനങ്ങളും മാറി പറയുന്നത്. ശരിയാണോ? സുവിശേഷം 4 ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ചിലപ്പം. പക്ഷേ അവിടെ ഒന്നും യാതൊരു റിപ്പീറ്റേഷനും ഇല്ല. പക്ഷേ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു കൊടുക്കുന്നതിൽ വ്യത്യാസമുണ്ട്. ശരിയായ ധ്യാനവും പഠനവും ഒരുക്കവും ഇല്ലെങ്കിൽ പിന്നെ റീസൈക്കിൾഡ് മെസ്സേജ്. ഇപ്പം പിന്നെ റീസൈക്കിളിനേക്കാളും ഭയങ്കര അപകടമുള്ള വേറൊരു പ്രശ്നമാണ്. എന്താണെന്നറിയാമോ? ഗൂഗിൾ മെസ്സേജ് ആൻഡ് അതും പോയി. ഇപ്പോൾ അടുത്തത് വന്ന് AI. ഇടയ്ക്ക് ഞാനിവിടെ പ്രസംഗിച്ചൊരു പ്രസംഗം ഒരാൾ AIയിലിട്ട് എനിക്ക് അയച്ചു തന്നു. ഞാൻ സത്യം പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന് തൊഴുതുപോയി. ഞാൻ ഒരിക്കലും പ്രസംഗിക്കാൻ പോലും സാധ്യതയില്ലാത്ത അത്രയ്ക്ക് കട്ടിയുള്ള ആത്മാവിൻ്റെ മർമ്മങ്ങൾ അതിൽ കൂടെ വന്നു. ഞാൻ അറിയാതെ ഞാൻ എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ പറഞ്ഞാലോ എന്ന് ആലോചിച്ചു. ഞാൻ വിചാരിച്ചത് ഇത് എൻ്റെ മുമ്പ് ഇരുന്ന ആൾ എഴുതിയെടുത്തതാന്ന്. പിന്നാണ് പറഞ്ഞത് അങ്കളെ അത് AI. ആലോചിച്ച്. അപ്പോൾ ഈ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം വേദവസ്തുവായിട്ട് ഇരിക്കുകയും വേണ്ട, ധ്യാനിക്കുകയും വേണ്ട, പ്രാർത്ഥിക്കുകയും വേണ്ട. എന്താണ് ഇതൊക്കെ നമ്മൾ വെച്ച് കാച്ചിക്കൊണ്ടിരുന്നുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? ഇത് മനുഷ്യർക്ക് മനസ്സിലാവും. ഇത് ആഴമുള്ളതൊന്നുമല്ല. ഇതെൻ്റെ ജീവിതമായിട്ടൊന്നും ഒരു ബന്ധം വരുന്നില്ല. ഇത് എന്നിലൊരു തിരുത്തൽ ആവശ്യപ്പെടുന്നില്ല. എന്നിലൊരു മാറ്റമോ രൂപാന്തരമോ ഈ വചനത്തിലൂടെ ഇറ്റ് ഡസൻ ഡിമാൻഡ് ദാറ്റ്. അങ്ങനെ വരുമ്പോഴും തീർച്ചയായിട്ടും പിന്നെ ചിലപ്പോഴെങ്കിലും ഇമോഷണൽ മെസ്സേജസ് ഉണ്ടോ? അത് തമിഴ്നാട്ടിൽ പോകണം, അല്ലേ? ചില പാസ്റ്റർമാരൊക്കെ അങ്ങോട്ട് ഇമോഷണലായിട്ടൊരു പാട്ട് പാടും. ചുരുക്കി പറഞ്ഞാൽ കുറേ കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും കൂടി ഇരുന്നെങ്കിൽ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാവരും ദൈവത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിപ്പോൾ സ്തോത്ര കാഴ്ചയെടുക്കാം. ഇമോഷണൽ മെസ്സേജസ്. അടുത്തത് പേഴ്സണൽ ഒപ്പീനിയൻസ്. ഇതാണ് എനിക്ക് തോന്നുന്ന ആർക്ക് വേണം, അല്ലേ? പലപ്പോഴും പല പ്രസംഗങ്ങളിൽ എന്താണ് പേഴ്സണൽ ഒപ്പീനിയൻസ്. ഇപ്പം ഞാൻ ഈ ക്ഷമിക്കണേ, ഓൺലൈനിലാരും എന്നെ കയറി പൊങ്കാലയിടാൻ വരരുത്. എന്താണെന്നറിയാം? ഈ ലോകത്ത് നടക്കുന്ന സകല കാര്യങ്ങൾ, അത് രാഷ്ട്രീയമായാലും ഒരു കൊലപാതകം നടന്നാലും, ഇപ്പം നമ്മുടെ കോൺഫിഡൻറ്റ് ഉടമ ആത്മഹത്യ ചെയ്തു, ഇതിനെല്ലാം കയറി എന്തിനാ ഈ പാസ്റ്റർമാർ കയറി ഇതിനെല്ലാവരും അഭിപ്രായം പറയേണ്ട ആവശ്യം? ഇത് നമ്മളെ അതിനാണോ വിട്ടിരിക്കുന്നത്, അല്ലേ? ഇപ്പം ഈ ഇടയ്ക്ക് പാസ്റ്റർമാരിരുന്നുകൊണ്ട് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഇതുവരെ ഒന്നും പറഞ്ഞില്ല, എന്നാലും ഇയാളടുത്ത് ആര് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം പാസ്റ്റർ എന്തിനാണ് ചർച്ചയിൽ പറയുന്നത്? വാട്ട് ഹാസ് ദാറ്റ് ടു ഡു വിത്ത് ദാറ്റ്, അല്ലേ? ശബരിമല വിഷയം ഈ ഇടയ്ക്ക് ഒരു പാസ്റ്റർ വെച്ച് കാച്ചുകയാണ്, സ്വർണ്ണപ്പാളികൾ. ഞാൻ പറയും ഇയാളെ 7 മണിക്ക് ചാനൽ ചർച്ച വിട്ടാൽ മതി. നിങ്ങൾ ചിരിക്കണ്ട, ഞാൻ വേദനയോടാണ് പറയുന്നത്. ഈ ഒപ്പീനിയൻസ് ആര് ചോദിച്ചു? ഹൂ കെയർസ്? ആർക്ക് വേണം ഇത്? ദൈവജനത്തിൽ നിന്നൊന്നും പറയാനില്ലാതെ വരുമ്പോഴാണ് നമ്മൾ ലോകത്തിലുള്ള സകല സമകാലിക കാര്യങ്ങളെയും നമ്മളങ്ങ് തിരുവചനാടിസ്ഥാനത്തിൽ ആത്മീയമായി സാമൂഹ്യ നിരീക്ഷകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആത്മീയ നിരീക്ഷകരായിട്ട് ഈ സർക്കാരിനെയും പ്രതിപക്ഷത്തെയും ഇതിനെയൊക്കെ നിരീക്ഷിച്ച് പറയാൻ നമ്മളോട് ആര് പറഞ്ഞത്? വേദോസ്തതി പൗലോസ് പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും, അല്ലേ? ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ശക്തമായ ഉപയോഗിച്ച ദൈവദാസന്മാരുണ്ട്.
അവരൊന്നും ഇത് അന്ന് ബ്രിട്ടനിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു, അമേരിക്ക ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതൊന്നും അവരെടുത്ത് പറഞ്ഞില്ല. ദേ സ്പോക്ക് ദ വേർഡ് ഓഫ് ഗാഡ്. ഇന്നും ഈ ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം പ്രിയപ്പെട്ടവരെ. അപ്പം 2 തിമോത്തി 2:15, 2 തിമോത്തി 2:15, 2 തിമോത്തി 2:15. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവൻ. ഒരു പാസ്റ്ററോടുള്ള പൗലോസിന്റെ അപ്പോസ്തലന്റെ ഒരു നിർദ്ദേശം എന്താ? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് അന്ന് ലജ്ജിക്കാൻ സംഗതിയില്ലാത്ത വേലക്കാരനായിട്ട് നീ നിൽക്കണം. ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ. രാഹുൽ മാങ്കൂട്ടം എന്തും ചെയ്യട്ടെ, ശബരിമല ആരും എന്തും കാണിക്കട്ടെ, രാഷ്ട്രീയത്തിൽ ആരും അടുത്ത തിരഞ്ഞെടുപ്പിന് വരട്ടെ, അതൊക്കെ വേറെ കാര്യം. അതല്ല ഇവിടെ പ്രസംഗിക്കേണ്ടത്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം. മനസ്സിലായല്ലോ? ഓക്കെ. 6ാമത്തെ വിഷയം. ചിലപ്പോഴെങ്കിലും ചിലർ സഭ വിട്ടു പോകുന്നതിന് കാര്യം ദ ഹോളിയർ ദാൻ ദൗ മെൻറ്റാലിറ്റി ഇൻ ദ ചർച്ച്. എന്താണ്? എല്ലാവരും അങ്ങ് വിശുദ്ധിയിൽ ഭയങ്കരന്മാരാണ്. അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ എക്സ്ട്രീം ജഡ്ജ്മെൻ്റലിസം അല്ലേ? എല്ലാവരെയും അങ്ങ് വിധിക്കും, എല്ലാവരെയും അങ്ങ് വിധിക്കും. ഈ നമ്മൾ ചില ഹോട്ടലിലോട്ടോ വലിയ ഈ സ്കാനിങ് മെഷീൻ വെച്ച് നമ്മുടെ എയർപോർട്ടിൽ അറിയാമല്ലോ, അകത്തോട്ട് കയറുമ്പോൾ എന്താണ്? ഒരു സ്കാനിങ് മെഷീൻ, നമ്മളെ മൊത്തം സ്കാൻ ചെയ്താണ് അകത്തോട്ട് വിടുന്നത്. ഇതുപോലെ ചില സ്കാനിങ് മെഷീൻസ് ചർച്ചിലും ഉണ്ട്. എന്താണ്? കയറി വരുമ്പോഴേ എന്ത് ചെയ്യും? ഒന്ന് മൊത്തം അടിമുടി ഹോൾ ബോഡി സ്കാനിങ് ഒന്ന് നടത്തും. ഇതെന്തോന്ന് നിറം ഇട്ടുകൊണ്ട് വരുന്നത്? തലേ തുണി ഇടൂല്ലേ? പണ്ട് ചെവി 1 കിഴിച്ചിട്ടുള്ളൂ, ഇപ്പം നട്ട 3. കാലിൽ എന്തൊരു കൊലുസ്. പാൻറ്റിന് നീളം കുറഞ്ഞു വരണമല്ല. മുടി വെട്ടാറായില്ലേ മോനെ? എന്താണിതൊക്കെ? ഇതൊക്കെ ഞാനങ്ങ് പച്ചയ്ക്ക് പറയുന്നതേ ഉള്ളൂ. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, ഒരിക്കലും ഒരു പെൺകുട്ടി ഒരു പലാസ ഇട്ടുകൊണ്ട് വന്നു. എന്താണത്? പാൽപ്പായസമല്ല, എന്തോ ഒരു സാധനം. അവിടെ ഇരുന്നുകൊണ്ട് ഒരു ആൻറ്റിക്ക് അതങ്ങോട്ട് പിടിക്കുന്നേ ഇല്ല. ഇതെന്തോന്ന് ഇതൊക്കെ ഇട്ടുകൊണ്ടാണ്. ഒരാഴ്ച ആൻറ്റിയുടെ മോളും 3 കൊച്ചു പെൺപിള്ളേരും കൂടെ അമേരിക്കയിൽ നിന്ന് വന്നു. ഇവരെന്ത് പറഞ്ഞോ അത് അതിനേക്കാൾ വൾഗറായിട്ട് ഇട്ടുകൊണ്ട് വന്നു. അതുങ്ങളെല്ലാം ഇവിടെ വിളിച്ച് കയറ്റി പരിചയപ്പെടുത്തേണ്ടിയും ഗതികേട് വന്നു. അപ്പോൾ ആൻറ്റിക്ക് ഒന്നും പറയാനില്ല. കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, കുറ്റം പറവീൻ നിങ്ങൾക്കും ഇത് തന്നെ കിട്ടും. ഓക്കെ. അതുകൊണ്ട് ഈ എക്സ്ട്രീം ജഡ്ജ്മെൻ്റലിസം വേറൊരു പദപ്പാണ് ലീഗലിസം അല്ലേ? ചർച്ചിൽ ലീഗലിസത്തിൻ്റെ ആവശ്യമില്ല. ഈ ചർച്ച് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ലീഗലിസത്തെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ഒത്തിരി ലീഗലിസം എതിർത്തിട്ടാണ് കർത്താവിൻ്റെ വേലയ്ക്ക് ഇങ്ങനൊരു ശുശ്രൂഷയിലേക്ക് നീങ്ങിയത്. അവിടെ ദയവ് ചെയ്ത് ഇതിനകത്തുകൊണ്ട് ലീഗലിസവും എക്സ്ട്രീം ജഡ്ജ്മെൻ്റലിസവും ഇതൊന്നും ഇവിടെ കൊണ്ട് ഹോളിയർ ദാൻ ദൗ, നിന്നെക്കാട്ടിലും എന്തുകൊണ്ടും യോഗ്യൻ ഞാനാണ്, ആത്മീയൻ ഞാനാണ് എന്നൊരിക്കലും ഒരുത്തൻ ഓടി ആലയത്തിലേക്ക് കയറി ചെന്നിട്ട് അവനങ്ങോട്ട് നിന്ന് കൈ പൊക്കി ഒറ്റ പ്രാർത്ഥന, കർത്താവേ ഞാൻ അവനെപ്പോലെ അല്ലാത്തവനായിട്ട് സ്തോത്രം. അവനാരാ? ചുങ്കക്കാരൻ, പാവി. അവനോട് അയക്കുന്നു വെളിയിൽ. ഇവൻ വന്ന് അൾത്താരയുടെ കീഴിൽ നിന്നാണ് പ്രാർത്ഥിച്ചത്, പക്ഷേ അവൻ്റെ പ്രാർത്ഥന തട്ടിന് മുകളിലോട്ട് പോയില്ല. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് പരീക്ഷന്മാരൊക്കെ ഒന്ന് കൈപോക്കിക്കേ. ഒന്നീ മാനസാന്തരപ്പെടണം, ഇല്ലേ ഈ ചർച്ച വിട്ടുപോക്കിയോ കുഴപ്പമില്ല. കാര്യം ഇത് നിങ്ങൾക്കുള്ള ചർച്ചല്ല അല്ലേ? നിങ്ങൾക്ക് പിടിക്കാത്ത പലതും ഇനി ഒത്തിരി കണ്ടെന്നിരിക്കും. അതുകൊണ്ട് ദയവായി പരീക്ഷന്മാർ ഇപ്പോഴേ പതുക്കെ പെട്ടിയെടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, വാക്യം വായിക്കാം. ലൂക്കോസ് 18:11 മുതൽ വായിച്ചേ. ലൂക്ക് 18:11-14. ലൂക്കോസ് 18:11 മുതൽ 14 വരെയുള്ള വാക്യം. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ഞാൻ ഇപ്പം പറഞ്ഞ കഥ തന്നെ, ദൈവമേ പിടിച്ചുപറിക്കാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം. ഇന്നത്തെ കോണ്ടെക്സ്റ്റ് വായിക്കുക. ദൈവമേ, ഞാൻ ഈ ആവരണം ഇടുന്നവർ, ഈ തലേ തുണിയിടാത്തവർ, കാതുകുത്തിയവർ, എന്താണ് മീശ വെച്ചവർ, പിന്നെന്താണ് താടി, മീശ ഉണ്ടോ? ഉണ്ട്, ഒരാളെ കിട്ടി. അവരെ പോലെ അല്ലാത്തതിനായി സ്തോത്രം. ആ വാക്യം അന്നത്തെ കോണ്ടെക്സ്റ്റിൽ കറക്റ്റായിരുന്നു. ഇന്നെന്താണ്? ഞാൻ ഈ ആവരണം ഇടുന്നവർ, തലയിൽ തുണിയിടാത്തവർ, മീശ വയ്ക്കുന്നവർ, അല്ലേ, ഇങ്ങനെ അല്ലാത്തതിനായി സ്തോത്രം ചെയ്തു. പിന്നെ എന്തൊക്കെയാണ് പുള്ളി പറഞ്ഞത്? അടുത്തത്
മറ്റരെ പോലെ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ല, അവനെ പോലെ അല്ല എന്ന് അവനോട്ടൊരു കൊട്ടു കൊടുത്തു. നിന്നെ വാഴ്ത്തുന്നു. വാഴ്ത്തുന്നു ഞാൻ. ഇതാണ് വന്നെന്ന് പാടിയത്. പക്ഷെ തൊട്ടു മുമ്പ് എന്താ പറഞ്ഞത്? അവനെ പോലെ അല്ല എന്ന് അവനോട്ടൊരു കുത്തും കൊടുത്തിട്ടാണ് വാഴ്ത്തുന്നു. അടുത്തത് ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. നിൽക്കുക 2 വട്ടം ഇവിടെ ഉപവാസം ഇല്ല. ഇവിടെ ഞാൻ മിനിസ്ട്രി ഡിവോഷന് ചൊവ്വാഴ്ചയും വരുന്നു, അല്ലല്ല ബുധനാഴ്ച ഇവിടെ കൃത്യമായിട്ടും വിമൻസ് ഫെലോഷിപ്പിനും വരുന്നുണ്ട്, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്കും വരുന്നുണ്ട്. പിന്നെ നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു. ഞാൻ കൃത്യമായിട്ട് എല്ലാ ആഴ്ചയും സ്തോത്രാഴ്ച ഇവിടെ ഇടുന്നുണ്ട്. പിന്നെ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ മാസത്തിൽ ഞാൻ തിരുവത്താഴം കവറിലിട്ട് പേരെഴുതി തുക എഴുതി ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ബിൽഡിംഗ് ഫണ്ടിനും തന്നു. തിരുവത്താഴം. പിന്നെ ഉണ്ടോ? ചുങ്കക്കാരനോ ദൂരത്ത് നിന്ന് പോട്ടെ സമയമില്ല, പോട്ടെ, ചുങ്കക്കാരൻ അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ലൂക്കോസ് 18:11 മുതൽ 14 വരെയാണ് ഇപ്പം വായിച്ചത്. 7ാമത്തെ കാരണം, ഇഫ് ദർ ആർ ഗ്രൂപ്പിങ്സ്, ക്ലിക്സ് ഓർ ഡിസ്ക്രിമിനേഷൻ ഇൻ ദ ചർച്ച്. എന്താണ്? സഭയിൽ ചില ഗ്രൂപ്പിസം, സഭയിൽ ചില ക്ലിക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ അവിടെ എവിടെയും കൂടി ഇന്ന് വർത്താനം. അത് ചിലപ്പം മൂത്രപ്പരയുടെ വെളിയിലായിരിക്കും, അല്ലെ ചോറിനാൻ പോകുന്നിടത്ത് ഒന്നിച്ചേയിരിക്കും, അല്ലെങ്കിൽ നേരി പറഞ്ഞ പോലെ എന്ത് ചെയ്യും, താഴെ പോയി കുന്നലി സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോഴും നടന്ന് അങ്ങാറ്റം സാധനം നോക്കാൻ നേരമില്ല. പിന്നെ കേട്ടല്ലേ ഇന്ന് ഭാഷ പറഞ്ഞ് അത് എനിക്കിട്ട് തന്നെ താങ്ങിയതാണ്, എനിക്കറിയാം. ഇത് കഴിയുമ്പം പല ക്ലിക്ക് ഇവിടെ രൂപപ്പെടും തീർച്ചയായിട്ടും, അല്ലേ? ഇതൊരു പിന്നെ ഇന്നർ സർക്കിൾ. ചിലർ പറയാറുണ്ട് പാസ്റ്റർക്കൊരു ഇന്നർ സർക്കിളുണ്ട്. എപ്പോഴും പാസ്റ്ററുടെ കൂടെ ചിലർ കാണും, അവരുടെ വീടുകളിലെ പാസ്റ്റർ പോവും. അങ്ങനെയുള്ള വല്ല ക്ലിക്കോ ഇന്നർ സർക്കിളോ ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് പ്രത്യേകിച്ച് പുതുതായിട്ട് വരുന്ന വിശ്വാസികൾ, പാവപ്പെട്ടവർ, അല്ലെങ്കിൽ വലുതായിട്ട് ബഹളം വയ്ക്കാതെ ഒതുങ്ങിപ്പോകുന്നവർ, ഇവരെല്ലാം നെഗ്ലക്റ്റഡ് ആയിരിക്കും. അവരെ ആരും ശ്രദ്ധിക്കത്തില്ല. ഇത് പല സഭകളിലുള്ള കുഴപ്പമാണ്. അവിടെ വരുമ്പോഴുള്ള കുഴപ്പം, വെൻ ദ ചർച്ച് ഫീൽസ് ലൈക്ക് എ സോഷ്യൽ ക്ലബ്. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ചർച്ച് ഇസ് നോട്ട് എ ക്ലബ്, അല്ലേ? പലപ്പോഴും ചില ചർച്ചകളൊരു ക്ലബ്ബ് പോലെ ആവും. അങ്ങനെ വരുമ്പം ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഫ്രാക്ചേഴ്സ്. എന്താണ്? ക്രിസ്തുവിൻ്റെ ശരീരം മുറിവേറ്റുകയാണ്, അല്ലേ? ക്ലബ്ബല്ല, ചർച്ചായിരിക്കണം. കാര്യം അത് ശരീരമാണ്. ശരീരത്തിൽ എല്ലാ അവയവങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അംഗങ്ങളെല്ലാം കണക്റ്റഡാണ്. ഏതെങ്കിലും ഒരു അവയവത്തിന് കഷ്ടം വന്നാൽ അത് ശരീരം മുഴുവൻ അത് അറിയും. എവിടെയാണ് വാക്യം? യാക്കോബ് 2:1, ജെയിംസ് 2:1, യാക്കോബ് 2:1. സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. അത്രയേ ഉള്ളൂ. എന്താണ്? മുഖപക്ഷം കാണിക്കരുത്. അടുത്തത് 8ാമത്തെ കാരണം, പലപ്പോഴും സഭകൾ ചിലർ വിടുന്നതിന് കാരണം ഗോസിപ്പ്. എന്താണ്? ഏഷണി, കുറ്റം പറച്ചിൽ. അതെങ്ങനെ? മാസ്കുറേഡിങ് ആസ് സ്പിരിച്വൽ കൺസേൺ. എന്താണ്? അത് ഗോസിപ്പാണെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഏഷണി പറയാനുണ്ട്, നിൽക്കൂ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇന്ന് വരെ ഞാൻ ഒരു ഏഷണി പറയട്ടാ, ഞാൻ ഒരു കഥ സൊല്ലട്ടുമാ എന്ന് പറഞ്ഞാൽ ഒരു ഏഷണി പറയട്ടെ എന്ന് പറയൂ? ഇല്ല. ആൻറ്റി പ്രാർത്ഥിക്കണേ, പാസ്റ്റർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം, അയാൾ എന്നെ ദൈവം ഒരു കാഴ്ച കാണിച്ച് ഇടയ്ക്ക് എന്ന് അവർ പ്രാർത്ഥനയ്ക്കെന്ന് പറഞ്ഞാണ് പറയുന്നത്. പക്ഷെ എന്താണ് പറയുന്നത്? അയാളൊട്ടും ശരിയല്ല. നിങ്ങൾ കറക്റ്റായിട്ട് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു ഗോസിപ്പായിരുന്നു സംഭവം. പക്ഷെ അത് മാസ്കുറേഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കവർ ചെയ്താണ് വന്നത്, അല്ലേ? പക്ഷേ എന്ത് പേരല്ല വന്നത്? പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആരാലും കേട്ട അയ്യോ പാസ്റ്റർക്ക് എന്ത് പറ്റി? പക്ഷെ അതെന്തായിരുന്നു? ഒരു ഗോസിപ്പായിരുന്നു. ഈ പ്രെയർ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ പറയുന്നത് സ്റ്റോറി ടെല്ലിങ് സെഷൻസാണ്. എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ട്? ഉണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോഴൊരു ഓട്ടോയെ കയറി ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ എതിരൊരു ബൈക്ക്. ഇതിലെവിടെയാണ് പ്രാർത്ഥനാ വിഷയം? സ്റ്റോറി ടെല്ലിങ് ആയിരുന്നു, അല്ലേ? ഇത് അടുത്തത് പലപ്പോഴും ഈ വിശ്വാസം നഷ്ടപ്പെടുന്ന എപ്പോഴാണ്? വിശ്വാസം അന്യോന്യമുള്ള പരസ്പര വിശ്വാസം. വെൻ ടങ്സ് ആർ അൺകൺട്രോൾഡ്. എന്താണ്? നാവ് അടക്കിയില്ലെങ്കിൽ വർത്തമാനം കൂടും. വർത്തമാനം കൂടുന്നിടത്ത് എന്തുണ്ടാവും? ഏഷണി വരും. അങ്ങനെ വരുമ്പം പിന്നെ ഗ്രൂപ്പായി, ക്ലിക്കായി, ഡിവിഷനായി, സ്പ്ലിറ്റായി പോവും. എല്ലാ സഭാ സ്പ്ലിറ്റിന് മുമ്പിൽ ഇതുപോലെ ചില ക്ലിക്സും ചില ഡിവിഷൻസും ചില ഗോസിപ്പും കാരണമാണെന്നുള്ള കാര്യം മറക്കരുത്. വാക്യം സദൃശവാക്യം 26:20, പ്രോവേർബ്സ് 26:20, സദൃശവാക്യം 26:20.
വിറകില്ലാഞ്ഞാൽ തീ കെട്ടുപോകും, ഗ്യാസ് ഇല്ലാഞ്ഞാൽ അടുപ്പ് അണഞ്ഞു പോകും, നുണയനില്ലാഞ്ഞാൽ വഴക്കുമില്ലാതെ. നുണയന്മാരൊക്കെ ഒന്ന് കൈവക്കേ. ഈ നുണയനാണ് വഴക്കിന് കാരണമല്ലാതെ പിശാചൊന്നുമല്ല. നമ്മൾ എവിടെയെങ്കിലും ഒരു ചർച്ചിൽ പിശാച് ഞാൻ എന്തോന്ന് ചെയ്ത് നീ ചുമ്മാ നുണയും കൊതയൊക്കെ പറഞ്ഞു നടന്നിട്ട് അവസാനം ഇപ്പോൾ എൻ്റെ തലയെ കൊണ്ടുവച്ചാ അല്ലേ. നുണയനില്ലെങ്കിൽ വഴക്കും ഇല്ലാതെയാകും. വഴക്കില്ലാതെ ആവണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, നുണയനെ ഒഴിവാക്കിയാൽ മതി. പക്ഷേ എവിടെയാണ് നുണയൻ? നെഞ്ചി കൈവച്ചിട്ട് പറഞ്ഞേ ഞാനാ. നമ്മൾ നുണയനാവാതിരുന്നാൽ മതി. നുണയന്മാർ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എൻ്റർടൈൻ ചെയ്യാതിരുന്നാൽ മതി. വഴക്ക് താനേ ഇല്ലാതായിപ്പോവും. 9ാമത്തെ കാരണം ഈ പറഞ്ഞ പോലെ ലാക്ക് ഓഫ് കമ്പാഷൻ ഫോർ ദ ബ്രോക്കൺ. ചിലർ തകർന്നും നുറുങ്ങിയുമായിരിക്കും സഭയിലോട്ട് വരുന്നത്. അവർക്ക് ഒത്തിരി പ്രശ്നം വീട്ടിലുണ്ട്. അവർ ശാരീരികമായിട്ട്, മാനസികമായിട്ട്, അവരുടെ കുടുംബജീവിതത്തിലായിരിക്കാം, സാമ്പത്തികമായിട്ട് നുറുങ്ങിയായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ വീട്ടിൽ ഈ പറഞ്ഞ പോലെ ഒരു മകൾ ഒളിച്ചോടിപ്പോയി, അല്ലെങ്കിൽ ഒരു ആത്മഹത്യ കുടുംബത്തിൽ നടന്നു, അല്ലെങ്കിൽ ഇവരൊരു പോലീസ് കേസുണ്ടായി. ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള പലരും ഈ ചർച്ചിൽ വരുന്നുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. പക്ഷേ അങ്ങനെ ഈ പറഞ്ഞ പോലെ സ്ട്രഗിൾസ് അല്ലെങ്കിൽ ഒത്തിരി ബ്രോക്കണായിട്ടുള്ളവർ വരുമ്പം നമ്മുടെ പ്രശ്നം വി ഓൺലി ആക്സെപ്റ്റ് ദം ഓൺലി വെൻ ദേ ആർ ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ അവരെല്ലാം ശരിയാവുമ്പം ഞങ്ങൾ അംഗീകരിക്കാം. നമ്മൾ ചോദിക്കുന്നത് നിങ്ങളുടെ കേസൊക്കെ തീർന്നോ? ശരി, ഇപ്പം കേസില്ലല്ലോ, ശരി എങ്കിൽ തിരുത്തറ എടുക്കാം. അങ്ങനെയൊക്കെ ആയിരുന്നു കൊണ്ട് ബന്ധിക്കോസി, അത് വേറെ കോണ്ടെക്സ്റ്റാണ്. പക്ഷെ ഇന്നത്തെ പ്രശ്നം ചിലർ ഓടിക്കയറി വരുമ്പോൾ അവർക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കാതെ ഉണ്ട്. പക്ഷേ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ, അവരെ സഹായിക്കാൻ അവരുടെ തോളത്തൊന്ന് കൈയിട്ടൊന്ന് ചേർത്ത് പിടിക്കുമോ? അവർ പോയി എല്ലാ പ്രശ്നവും തീർത്തിട്ട് പിന്നെ നിങ്ങളുടെ വരേണ്ട ആവശ്യം എന്താ? അവരെന്തിനാ സഭയെ വന്നേ അല്ലേ? സഭ എന്നെ അംഗീകരിക്കുമോ? സഭ എന്നെ സ്നേഹിക്കുമോ എന്ന് ചിന്തിച്ച് അവരിങ്ങനെ സംശയദൃഷ്ടിയോടെ കയറി വരുന്നത്. അപ്പോഴാണ് നമ്മളിങ്ങനെ ഇതില്ല മറ്റേ നിങ്ങളെല്ലാം അവിടെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടത് തീർന്നു, കണ്ട് ഇവിടെയും പിടിച്ചു. ഇതാണ് നമ്മുടെ പ്രശ്നം. വെൻ പീപ്പിൾ ഡോണ്ട് ഹാവ് കമ്പാഷൻ ഫോർ ദ ബ്രോക്കൺ പീപ്പിൾ മേ ലീവ് അല്ലേ. അവിടെ പലപ്പോഴും ഈ സ്ട്രഗിൾസ് ഉള്ളവർക്കുള്ള കുഴപ്പം എന്താണെന്നറിയാം? ചർച്ചിൽ വരുമ്പം ദേ ഹൈഡ് ദെയർ സ്ട്രഗിൾസ്. എന്താണെന്നറിയാം? ഇവിടെ വന്ന് ഞാൻ എൻ്റെ പ്രശ്നം പറഞ്ഞാൽ ഇവരെന്നെ ഉൾക്കൊള്ളത്തില്ല, ഇവരെന്നെ സ്വീകരിക്കത്തില്ല, ഇവരെന്നെ പിന്നെ സ്നേഹിക്കത്തില്ല, ഇവരെന്നെ ഇങ്ങനെ വല്ലാത്ത കണ്ണുകൊണ്ട് കാണും. അതുകൊണ്ട് എന്ത് പറ്റും? ഈ സ്ട്രഗിൾസ് ഒരിക്കലും ഓപ്പണപ്പ് ആകത്തില്ല. അത് പൊതിഞ്ഞ് കെട്ടി വന്നിട്ട് പ്രൈസലോട് ആൻറ്റി സുഖമായിരിക്കുന്നു ആൻറ്റി എങ്ങനെ ഇരിക്കുന്നു? സുഖമായിരിക്കുന്നു. സ്തോത്രം. ഞാൻ തകർന്നാ വന്നത് അല്ലേ, ഞാൻ തകർന്നാ വന്നത്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ആൻറ്റി ഇട്ടിരിക്കുന്ന ഒരു മാസ്ക്, ആൻറ്റി പിന്നെ മാസ്ക് ഇട്ടെന്നേ ഉള്ളൂ. നമ്മളിവിടെ എല്ലാവരും അല്ലാതൊരു നല്ല മാസ്ക് ഇട്ടുകൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. തകർന്നു വരുന്നവർക്ക് കമ്പാഷൻ കിട്ടിയില്ലെങ്കിൽ അവർ പിന്നെ അവിടെ നിൽക്കത്തില്ല പ്രിയപ്പെട്ടവരെ. വിത്തൗട്ട് കമ്പാഷൻ ചർച്ച് ബിക്കംസ് പെർഫോമൻസ് ആൻഡ് നോട്ട് ഹീലിംഗ്. അവിടെ ഒരിക്കലും ഒരു സ്ട്രഗിളിന് ഒരു ഹീലിംഗ് ഉണ്ടാകത്തില്ല. കാര്യം വരുന്നവരെല്ലാം പെർഫോം ചെയ്യുക. അപ്പം നമ്മളും കുറേ കഴിയുമ്പം നമ്മളും അഭിനയിക്കാൻ പഠിക്കും. ഞാൻ പറയത്തില്ലേ നല്ല പാടിച്ച കള്ളൻ എന്ന് പറയും. ശരിക്കും ഈ സഭയിൽ ഒരു അരക്കള്ളനായിട്ട് വന്നാൽ നല്ല പഠിച്ച കള്ളനാവും. കാര്യം എന്താ? എല്ലാവരും അഭിനയിക്കുകയല്ലേ അല്ലേ, എല്ലാവരും അഭിനയിക്കുകയല്ലേ. ഈ അഭിനയിക്കുന്നവരുടെ കൂട്ടത്തിൽ കയറിയാൽ നമ്മൾ എന്താവും? നന്നായിട്ട് അഭിനയിക്കാൻ തുടങ്ങും. വാക്യം വായിക്കാം. മത്തായി 9:36, 9:36. മത്തായി 9:36. പെട്ടെന്ന് സമയമായി, വിശക്കുന്നു, പെട്ടെന്ന്. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരോട്. ഇടയനില്ലാത്ത ആടുകളെ പോലെ കണ്ടു, കുഴഞ്ഞും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. വലിയ ഇടയനും മനസ്സലിഞ്ഞു, പക്ഷേ കൊച്ചടയന്മാർക്കും മനസ്സലിയുന്നില്ല. അതുകൊണ്ട് ഇത് തകർന്നും നുറുങ്ങിയും വരുന്നവരെ പ്രത്യേകിച്ച് അവരോട് മനസ്സലിവ് നമ്മൾ കാണിക്കുന്നു. ഒടുവിൽ 10ാമത്തെ കാര്യം, കോൺസ്റ്റൻറ്റ് എംഫസിസ് ഓൺ മണി, ഗിവിങ് ആൻഡ് കോൺട്രിബ്യൂഷൻസ്. എല്ലാ ആഴ്ചയും എന്തെങ്കിലും ഉണ്ട്. ഇന്ന് ബൈബിൾ സൊസൈറ്റി ആണെങ്കിൽ അടുത്ത ആഴ്ച ഗിഡേൻസ്, അതിനടുത്ത ആഴ്ച വിക്ലിഫ് ഇന്ത്യ ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ്, അതിൻ്റെ അടുത്ത ആഴ്ച എല്ലാ ആഴ്ചയും അങ്ങ് പിരിവാണെങ്കിൽ പിന്നെ എന്ത് പറ്റും? വേറെ സഭ നോക്കണതാണ് നല്ലത്. കാര്യം നമ്മളെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ പാടുപെട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോഴോ ഇല്ലേ, പലയിടത്തും പല സ്വോത്ര കഴിച്ച് ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഒന്നുകൂടെ സ്വോത്ര പാത്രം നിങ്ങളുടെ അടുത്ത് വരും അല്ലേ. ഇവിടെ എന്തായാലും 2ാം വട്ടം സ്വോത്ര കാഴ്ച പാത്രം വായിക്കാത്തതിനായിട്ട്
സ്തോത്രം. ഓക്കെ, എല്ലാ അനൗൺസ്മെൻറ്റും എല്ലാ പ്രസംഗവും എല്ലാം ഈ പണത്തെ ചുറ്റിപ്പറ്റിയാണെങ്കിൽ അവിടെ എവിടെയോ ഇറ്റ് ഡിസ്റ്റോർട്ട്സ് ദ ഗോസ്പൽ. ഞാൻ ചോദിച്ചോട്ടെ, ഈ പണത്തിന് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? എന്തുകൊണ്ട് ദൈവത്തോട് ചോദിച്ചുകൂടാ? ചില ചോദിക്കാറുണ്ട്, അങ്ങ് ദൈവത്തോട് ചോദിച്ചാൽ പോരെ, എന്തിനാണ് ചോദിക്കുന്നത്? ദൈവത്തോടാണ് ചോദിക്കേണ്ടത്. പക്ഷേ ആവശ്യങ്ങൾ മനുഷ്യരോട് പറയാം. കാര്യം ദൈവം ദൂതൻ്റെ കൊടുത്തു വിടത്തില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പം നമുക്കൊരു ആവശ്യമുണ്ടോ, പണം ദൈവം തന്നു കഴിഞ്ഞു, എവിടെ ഉണ്ടത്? നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ അറിഞ്ഞെങ്കിലല്ലേ തരത്തുള്ളൂ, അല്ലേ? അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അല്ല, നിങ്ങളോടൊന്നും പൈസ ഇവിടെ ചോദിക്കാറില്ല, കാര്യം പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും ദ ചർച്ച് ബിഗിൻസ് ടു മെഷർ ഫെയ്ത്ത് ബൈ ഫൈനാൻസസ് ഇൻസ്റ്റെഡ് ഓഫ് ഫ്രൂട്ട്, അല്ലേ? നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവ് നമ്മൾ അളക്കേണ്ടത് നമ്മുടെ ഫലത്താലാണ്, അല്ലാതെ നമ്മൾ എത്ര പണമുണ്ടായി, എൻ്റെ വീട് എത്ര വലുതായി, ഞാൻ എത്ര സമ്പന്നനായി, അതുകൊണ്ടല്ല, അതെൻ്റെ വിശ്വാസം കൊണ്ട് എൻ്റെ സമ്പന്നനായി എന്ന് പറയരുത്. പകരം വിശ്വാസം കൊണ്ട് ഞാൻ എന്തായിത്തീർന്നു? എൻ്റെ ഫൈനാൻസസ് അല്ല ഇവിടെ വിഷയം, ഫ്രൂട്ടാണ് വിഷയം, അല്ലേ? ഞാൻ എത്ര വലിയ വീട് വെച്ചെന്നല്ല, എന്നിലെന്ത് ഫലം പുറത്തു വന്നു, അതാണ് കാര്യം. ഇനി 2 കൊരിന്ത്യർ 9:7 വായിച്ചിട്ട് നമുക്ക് നിർത്താം, പ്രാർത്ഥിക്കാം. 2 കൊരിന്ത്യർ 9:7. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. ഹൃദയത്തിൽ നിശ്ചയിച്ചതേ കൊടുക്കാവൂ, ആർക്കും ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യരുത്. അവനവൻ്റെ ഹൃദയത്തിൽ അവൻ ദൈവത്തോട് ചോദിക്കട്ടെ, ദൈവം പറയുന്നത് കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. പിന്നെ എങ്ങനെ? സന്തോഷത്തോടെ കൊടുക്കുന്നവന് ദൈവം സ്നേഹിക്കുന്നു. അപ്പം ദൈവം സ്നേഹിക്കുന്ന ഒരു കൊടുപ്പുണ്ട്, എന്താ? സന്തോഷത്തോടെ. ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് സന്തോഷത്തോടെ, അത് ചർച്ച കൊണ്ടുതരുന്നത് മാത്രമല്ല, നിങ്ങൾ എവിടൊക്കെ എന്തൊക്കെ ഒരു സാധുവിനെ സഹായിച്ചാൽ സന്തോഷത്തോടെ സഹായിക്കുക, കൊടുക്കുക. ദൈവം നിങ്ങൾക്ക് വിശ്വസ്തനായതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് പകരം തരും. മെനി പീപ്പിൾ ആർ ലീവിങ് ദ ചർച്ച് നോട്ട് ബിക്കോസ് ദേ ഹേറ്റ് ഗോഡ്. അവർ ദൈവത്തോട് പിണങ്ങിയല്ല സഭ വിട്ടു പോകുന്നത്. ദേ ആർ ലീവിങ് ദ ചർച്ച് ബിക്കോസ് ചർച്ച് ഹാവ് ഫൊഗോട്ടൻ ടു ബിഹേവ് ലൈക്ക് ക്രൈസ്റ്റ്. എന്താണ്? ദൈവത്തോടൊരു പിണക്കവുമില്ല, പക്ഷേ സഭ ക്രിസ്തുവിനെ പോലെ പെരുമാറുന്നില്ല. അതിൽ നൊന്ത് പലരും സഭ വിട്ട് പോകുന്നു. അതിലാദ്യത്തെ പ്രതി ആരാണ്? ഇത്ര നേരം പറഞ്ഞതിൽ പാഷർ. അപ്പോൾ ആരാണ് മാനസാന്തരപ്പെടേണ്ടത്? പാഷർ. പാഷർ മാത്രമല്ല, എന്നെ കേൾക്കുന്ന എല്ലാ പാഷർമാരും എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. സന്തോഷമായല്ലേ? ഇത്രയും നേരം ഇവിടുന്ന് കേട്ടു, അവസാനം എല്ലാം കൂടെ അനേകർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് നല്ലത്. അപ്പോൾ കുറ്റം എല്ലാം പാസ്റ്റർമാരങ്ങ് ഏറ്റെടുത്തോളാം. ആദ്യം ഞങ്ങൾ മാനസാന്തരപ്പെടണം, എങ്കിൽ നിങ്ങളും മാനസാന്തരപ്പെടും. ഓക്കെ, പാസ്റ്റേഴ്സ് മസ്റ്റ് ഷെപ്പേർഡ് നോട്ട് എക്സ്പ്ലോയിറ്റ്. എന്താണ്? ഇടയന്മാരായിരിക്കണം, അല്ലേ? ഇടയ പരിപാലനം ചെയ്യണം, അല്ലാതെ ഈ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്. മെമ്പേഴ്സ് മസ്റ്റ് ലവ് നോട്ട് ജഡ്ജ്. നിങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം, വിധിക്കരുത്. ചർച്ച് മസ്റ്റ് ഹീൽ നോട്ട് ഹാം. സഭ എന്ത് ചെയ്യണം? സൗഖ്യത്തിൻ്റെ ഏജൻ്റ് ആയിരിക്കണം, അല്ലാതെ ദോഷം വരുത്തുന്നതാകരുത് സഭ. ഇന്ന് അനേക കുടുംബങ്ങൾക്ക് ദോഷം വരുത്തിയിട്ടുണ്ട് സഭകൾ. എനിക്കറിയാം, വിശ്വാസം വിട്ടുപോയ എത്രയെങ്കിലും പേരെ എനിക്കറിയാം. അതിന് കാരണം അവരുടെ കുടുംബ വഴക്കല്ല, അവർ മറ്റ് അയൽവക്ക വഴക്കല്ല, സഭയിലുണ്ടായ വഴക്ക് കാരണം ദൈവത്തോട് പിണങ്ങി എങ്ങും പോകാതിരിക്കുന്ന എത്രയെങ്കിലും കുടുംബങ്ങൾ എനിക്ക് തിരുവനന്തപുരത്ത് അറിയാം. എനിക്ക് വരുന്ന എത്രയോ കോളുകൾ എന്നോട് പറയും, പാസ്റ്റർ ഞങ്ങൾ ഒരു ചർച്ചിലും പോകുന്നില്ല. അതെന്തു? അതൊക്കെ പറയാം, വലിയ കഥ, അങ്ങനെ കഥ കേൾക്കണ്ട, ശരി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് വയ്ക്കും. ഒരു കാര്യം മനസ്സിലായി, ചേർച്ച് എന്താണ്? നന്നായിട്ട് മുറിവേൽക്കുന്ന ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ചാട്ടെ, എല്ലാവരും കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഈ കേട്ടതുപോലെ ഒരിക്കലും ഞങ്ങളായിത്തീരരുത്, ഞങ്ങളുടെ സഭ ഇങ്ങനെ ആയിത്തീരരുതപ്പാ. ഞങ്ങൾ ശരിയായ ഇടയന്മാർ എഴുന്നേൽക്കട്ടെ. ഇടയൻ്റെ ഹൃദയമുള്ളവർ ഈ നാളുകൾ എഴുന്നേറ്റ് ക്രിസ്തുവിനെ പോലെ ഇടയ പരിപാലനം ചെയ്യുവാൻ, ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കുവാൻ, ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കുവാൻ, ക്രിസ്തുവിനെ പോലെ ഉൾക്കൊള്ളുവാൻ, ക്രിസ്തുവിനെ പോലെ എല്ലാം ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ ഞങ്ങളിൽ ഉണ്ടാവുവാൻ ഞങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേട്ട വചനം ഞങ്ങൾക്ക് ആർക്കും ന്യായവിധിക്ക് കാരണമായി തീരാതെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. പ്രാർത്ഥനയാചനം കേട്ടിരിക്കാൻ സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇതുപോലെയുള്ള അനുഗ്രഹീതമായ സന്ദേശങ്ങൾ
ബൈബിൾ പഠനങ്ങൾ, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ എന്നിവ കേൾക്കുവാൻ നിങ്ങൾക്കിടയായിത്തീരും. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.